Hello all, welcome back to Score Academy. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ എക്സാമിൻ്റെ അനാലിസിസ് ആണ്. അപ്പോൾ ഒരു ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. പക്ഷേ ടൈം മാനേജ്മെന്റ് ആണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ നമുക്ക് മനസ്സിലാവും. നമുക്ക് അനലൈസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഒരു 100 മാർക്സ് ക്വസ്റ്റ്യൻ 90 മിനിറ്റ്സ് ആയിരുന്നു. ഒരു 95+ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഓൾറെഡി നമ്മൾ ക്ലാസ്സിലൊക്കെ വളരെ മൾട്ടിപ്പിൾ ടൈംസ് ഡിസ്കസ് ചെയ്തും റിവിഷൻ ത്രൂ ക്വസ്റ്റൻസിലൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ പല ക്വസ്റ്റൻസും ഡയറക്റ്റ്ലി തന്നെ അതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പലർക്കും ഈ പറയുന്ന ടൈം മാനേജ്മെന്റ് ഒരു പ്രശ്നമായിട്ടുണ്ട്. അതിൻ്റെ റീസൺ നമ്മളിവിടെ നോക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മളൊരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടത്തുന്നുണ്ട് ഇവിടെ. അതായത് എത്ര തിയററ്റിക്കൽ ക്വസ്റ്റൻസ് വന്നു, ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് എത്രയായിരുന്നു, അതിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് മെയിനായിട്ട് നമുക്കിവിടെ 1-2 സബ്ജക്ട്സ് എടുത്ത് പറയാനുണ്ട്. അതിൽ തന്നെ 1-2 ക്വസ്റ്റൻസും. അപ്പോൾ അതിലുള്ള ക്വസ്റ്റൻസിലേക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അത് ഇവിടേക്കാണ് നമ്മൾ നേരത്തെ തന്നെ ഒരു എങ്ങനെ എക്സാമിനെ അപ്രോച്ച് ചെയ്യണം, ഒരു 3 റൗണ്ട് സ്ട്രാറ്റജി ഒക്കെ പറഞ്ഞിരുന്നു. അതായത് ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും ഏറ്റവും നമുക്ക് 100% കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് മാത്രമേ അറ്റംപ്റ്റ് ചെയ്യാവൂ. അത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. കാരണം ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം കമ്പാരിറ്റീവ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ 1-2 ക്വസ്റ്റൻസ് എല്ലാം നമുക്ക് ഏതൊരു ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഡ് ആണ്. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റെഗുലർ ഇന്റർവെല്ലിൽ നമുക്കൊരു കമ്പാരിറ്റീവ്ലി ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റനോ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ആ ക്വസ്റ്റൻ ലീവ് ചെയ്ത് അത് ഏറ്റവും ലാസ്റ്റ് റൗണ്ടിൽ മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പലപ്പോഴും ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കുറച്ച് പേർക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി മെജോറിറ്റി എല്ലാവർക്കും ക്വസ്റ്റൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസറിലേക്ക് എത്താനൊക്കെ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെയാണ് നമ്മുടെ റിവ്യൂസ് എല്ലാം തന്നെ തരുന്നത്. നമുക്ക് നോക്കാം എന്തായാലും ഓരോ ക്വസ്റ്റനും അതിൻ്റെ സബ്ജക്ട് വൈസ് അനാലിസിസ് നമുക്ക് നോക്കാം. ഇവിടെ തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഓൾമോസ്റ്റ് 60+ ക്വസ്റ്റൻസും തിയററ്റിക്കൽ ആയിരുന്നു. അപ്പോൾ ഇത് മെജോറിറ്റി തിയററ്റിക്കൽ ക്വസ്റ്റൻസ് ആണെങ്കിൽ പോലും നല്ല ഓപ്ഷൻസ് ആയിരുന്നു. കേരള PSCയുടെ ഈ ഒരു എക്സാമിൻ്റെ ഓപ്ഷൻസ് എല്ലാം തന്നെ വളരെ നല്ല ഓപ്ഷൻസ് ആയിരുന്നു. അല്ലാതെ വേഗ് ആയിട്ടുള്ള ഓപ്ഷൻസോ അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത ഓപ്ഷൻസോ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് സർക്യൂട്ട്സിൽ വരുന്ന ഒരു ചെറിയ കൺഫ്യൂഷനും അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 5 ക്വസ്റ്റൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാം തന്നെ ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ്, ഡയറക്റ്റ് കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ്. അല്ലാതെ ലിങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു 39 ക്വസ്റ്റ്യൻ നമുക്ക് പറയാമെങ്കിലും അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 25+ ക്വസ്റ്റൻസ് മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ന്യൂമറിക്കൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ നമുക്കൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസും ഓപ്ഷൻസും വരുന്നത്. അതുപോലെ തന്നെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന 1-2 ക്വസ്റ്റൻസും ഉണ്ടായിരുന്നു. ഒരു 2 ക്വസ്റ്റൻസോളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പവർ ഇലക്ട്രോണിക്സിൽ ഒരു ക്വസ്റ്റൻ കുറച്ച് ലെങ്തി ആയിരുന്നു. പവർ സിസ്റ്റത്തിൽ ഒരു ക്വസ്റ്റനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ബാക്കി ഓവറോൾ ഒരു സ്റ്റാൻഡേർഡ് ഓപ്ഷൻസും അതുപോലെ തന്നെ ക്വസ്റ്റൻസിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വളരെ നല്ലത് തന്നെയായിരുന്നു. പിന്നെ മൈക്രോ പ്രോസസ്സറിലെ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമുക്ക് അത് വളരെ മുമ്പ് ചോദിച്ച ഒരു ഗേറ്റിൻ്റെ ക്വസ്റ്റനിൽ ഒരു മാതൃകയിലുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അതായിരുന്നു നമുക്ക് ഇത്തിരി ഡിഫിക്കൽട്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റിയെന്ന് വരില്ല. അത് ഗേറ്റിന് തന്നെ ഇലക്ട്രിക്കലിന് ചോദിച്ചതല്ല, ഒരു കമ്പ്യൂട്ടർ സയൻസിലെ ഗേറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റനാണ് ആ ക്വസ്റ്റൻ വന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, 5 ക്വസ്റ്റൻ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസും അവിടെ ടൈം എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റി അതായിരിക്കും നമ്മുടെ ഫൈനൽ മാർക്ക് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ഓഫിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് കേരള PSC പബ്ലിഷ് ചെയ്ത സിലബസിന് അതേപോലെ തന്നെ, അതായത് സിലബസിൽ പറഞ്ഞിരിക്കുന്ന അതേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് വളരെയധികം സന്തോഷിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കേരള PSC അതേ പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ വാക്ക് പാലിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 മാർക്സ് തന്നെയാണ് ഈ ഓരോ ടോപ്പിക് വൈസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഞാനിവിടെ തിയററ്റിക്കൽ ക്വസ്റ്റൻസും ന്യൂമറിക്കൽ ക്വസ്റ്റൻസും ഒന്ന് മാറ്റിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ സർക്യൂട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 5 ഈക്വലി തന്നെ തിയറി ന്യൂമറിക്കലും വന്നിട്ടുണ്ട്. തിയറിറ്റിക്കൽ ക്വസ്റ്റൻസ് കൂടുതൽ വന്നിരിക്കുന്നത് നമുക്ക് മാഗ്നറ്റിക് സർക്യൂട്ട്സിനും ഇലക്ട്രിക്കൽ മെഷീൻസിനും. കാരണം മെഷീൻസിനൊക്കെ നമുക്ക് പ്രോബ്ലം ഒരുപാട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ മെഷീൻസ് ഇത്തവണ കൂടുതലും തിയററ്റിക്കൽ ക്വസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മെഷർമെന്റ്സിൽ നിന്നാണ്. മെഷർമെന്റ്സിൽ നിന്ന് തിയററ്റിക്കൽ ക്വസ്റ്റൻസ് 7 എണ്ണവും. അത് പക്ഷേ വന്നിരിക്കുന്ന ന്യൂമറിക്കൽസ് 3 അത്യാവശ്യം നല്ല ക്വസ്റ്റൻസ് തന്നെയാണ്. 3 ന്യൂമറിക്കൽസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ അല്പമെങ്കിലും നമുക്കൊരു ഡിഫിക്കൽട്ടി ലെവൽ കൂടുതൽ എന്ന് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അല്പം ഒരു ഈ ബാക്കിയുള്ള ക്വസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു ഡിഫിക്കൽട്ടി ലെവൽ അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്കൊന്ന് ആലോചിച്ചാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഡിജിറ്റലിലും മൈക്രോ പ്രോസസ്സറിലും വന്ന ക്വസ്റ്റൻസ് ആണ്. അതാണ് ഞാൻ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തത്. അപ്പോൾ അത് മാത്രമാണ് ഒരു മീഡിയം ലെവലിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതുപോലെ പവർ ഇലക്ട്രോണിക്സിലും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു മീഡിയം ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 1-2 ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് കുറച്ച് ലെങ്തി ആണെന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. അല്ലാതെ ബാക്കിയൊക്കെ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള പേപ്പർ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ ഈസി എന്ന് ഞാൻ പറയുമ്പോഴും അതിന് ഞാൻ ചെറുതായിട്ട് കാണുകയല്ല. കാരണം അവിടെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓപ്ഷൻസ് എല്ലാം തന്നെ നല്ല ഓപ്ഷൻസ് ആണ്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി തന്നെ ഓരോ ക്വസ്റ്റനിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെജോറിറ്റി ക്വസ്റ്റൻസും നമ്മൾ ക്ലാസ്സിൽ ചെയ്തതും ഡിസ്കസ് ചെയ്തതും ടെസ്റ്റിലൊക്കെ കണ്ട ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ എന്നാലും ഞാൻ എല്ലാ ക്വസ്റ്റൻസും ഒന്നും ആൻസർ ചെയ്യുന്നുണ്ടാവില്ല. നമുക്ക് ഇതിൽ തന്നെ നമ്മൾ സീക്വൻസിൽ പോകുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് വന്ന 1-2 ക്വസ്റ്റൻസ് മാത്രമേ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക്
നമുക്ക് ഡയറക്റ്റ്ലി തന്നെ ചെയ്യാം. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ അനാലിസിസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് പിന്നെ നോക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം കോഡ് എ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് പേര് ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഒന്നുമില്ല. കാരണം ക്വസ്റ്റ്യൻ്റെ സ്റ്റേറ്റ്മെന്റ് DC വോൾട്ടേജ് ഓഫ് 40 വോൾട്ട് സപ്ലൈഡ് അക്രോസ് എ സീരീസ് കണക്റ്റഡ് റെസിസ്റ്റൻസ്. അതായത് ഇവിടെ നമുക്ക് 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്, 4 ഉം 3 ഉം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി കറന്റ് ത്രൂ ദി 2 ohm റെസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇഫ് കണക്റ്റഡ് അക്രോസ് 4 ഉം. അപ്പോൾ ഇവിടെ 4 ഉം ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ 3 ഉം ഉണ്ട്. എന്നിട്ട് ഇതിന് പാരലൽ ആയിട്ട് നമ്മളൊരു 2 ohm കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് കണക്റ്റഡ് അക്രോസ് 40 വോൾട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ ഈ 2 ohമിന് അക്രോസ് ആണ് നമുക്ക് അറിയാവുന്നതാണ് ടോട്ടൽ കറന്റ് കണ്ടുപിടിക്കുക. ടോട്ടൽ കറന്റ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്താണ് കറന്റ് ഡിവിഷൻ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്താണ്. ആൻസർ എന്ന് പറയുന്നത് 6.1 ആംപിയർ ആണ്. ഇനി മാക്സിമം പവർ ട്രാൻസ്ഫർ അഗൈൻ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ. ആൻസർ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ് തെവെനിൻസ് ഇക്വലന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഇതിന്റെ ഡിഫറെന്റ് കേസസ് പഠിച്ചാണ്. അപ്പോൾ അതൊന്നും വന്നിട്ടില്ല, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ക്വസ്റ്റൻസ് ഒന്നും തന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റൻസ് ഒന്നുമല്ല. ഇനി മൂന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് അഗൈൻ ഇതിൽ നമുക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് RAB, അതായത് നമുക്ക് 3 റെസിസ്റ്റേഴ്സ് ഡെൽറ്റയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇക്വലന്റ് സ്റ്റാറിലായിരിക്കും എന്തായിരിക്കും വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1:4:2 എന്നായിരിക്കും കിട്ടുക. അതിൽ പക്ഷേ അതേ റേഷ്യോനെ നമുക്ക് എന്ത് പറയാം 2:1:4. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ നമുക്ക് ബി ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റൻ തന്നെയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണ്? The reactive power of an RLC circuit connected to an AC source is proportional to. നമുക്കറിയാം റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് ഒരു RLC സർക്യൂട്ടിൽ നമുക്ക് ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും ഉണ്ട്. ആ ഇൻഡക്ടൻസ് എന്ന് പറയുന്നതും കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്ടൻസ് സ്റ്റോർസ് ഇസ് എനർജി ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അതുപോലെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലാണ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ആക്ച്വലി ജനറേറ്റ്സ് ദി റിയാക്റ്റീവ് പവർ. ഇൻഡക്ടർ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി കൺസ്യൂംസ് ദി റിയാക്റ്റീവ് പവർ. അപ്പോൾ ആ സർക്യൂട്ടിൽ ഒരു RLC സർക്യൂട്ടിൽ ആണ് ചോദിച്ചിരിക്കുന്നത് റിയാക്റ്റീവ് പവർ ഓഫ് RLC സർക്യൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡിഫറൻസ് ബിറ്റ്വീൻ എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ഇൻ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. ആ കപ്പാസിറ്ററിലും ഇൻഡക്ടറിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജീസിന്റെ ഡിഫറൻസ് ആണ്. അത് എവിടെ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ ഇറ്റ് ഇസ് ഡിഫറൻസ്. മാത്രമല്ല നമുക്ക് Z ഈക്വൽ ടു R ഇൻറ്റു അല്ലെങ്കിൽ R+J/XL - XC ആണ്. നമ്മൾ അവിടെ തന്നെ ക്ലാസ്സിൽ ആ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. That is the resonance frequency. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? R = 1/2π√LC ആണ്. ഞാനിത് ഡിസ്കസ് ചെയ്യുന്നില്ല. ആൻസർ എന്ന് പറയുന്നത് 2F0 എന്ന് വരും. ദാറ്റ് ഇസ് ഓപ്ഷൻ D എന്ന് വരും. ഇനി ആറാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് അഗൈൻ ആറാമത്തെ ക്വസ്റ്റൻ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വോൾട്ടേജ് അപ്ലൈ ടു R ആൻഡ് XL is 150 വോൾട്ട്. അതായത് 150 വോൾട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. കറണ്ട് ത്രൂ ദി കണ്ടക്ടർ ആണ് ചോദിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദി ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാക്സിമം വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത് √8² + 6². പെട്ടെന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. 10 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. കറണ്ട് 15 ആംപിയർ എന്ന് കിട്ടും. ഇത് ആംപ്ലിറ്റ്യൂഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. 150 വോൾട്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ AC ആയിട്ട് അസ്യൂം ചെയ്യാം. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ DC എന്ന് വേണമെങ്കിലും പറയാം. ഇങ്ങനെയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 15 ആംപിയർ ആണ്. 15 ആംപിയർ എന്ന് പറയാം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓപ്ഷൻ B എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 15/√2 ചെയ്ത് കഴിഞ്ഞാൽ 15/√2 ചെയ്ത് കഴിഞ്ഞാൽ 10.6 തന്നെ കിട്ടും. അതും ഓപ്ഷൻ ബിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് PSCയുടെ കീ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. നോർമൽ കേസിൽ നമുക്കിത് 15 ആംപിയർ ആൻസർ എന്ന് പറയാം. പക്ഷേ ഇതൊരു സിനുസോയിഡിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ഈ കറണ്ട് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇറ്റ് ക്യാൻ ബി ദി RMS വാല്യൂ. അങ്ങനെയാണെങ്കിൽ 15/√2 വരും. 15/√2 എന്ന് പറഞ്ഞാൽ 10.6 ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. നമുക്ക് നോക്കാം. ഇനി if two coils A and B of the same material are connected in parallel across the supply, coil A has a diameter and length double that of coil B. The heat produced in coil A is. അപ്പോൾ ഇവിടെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇതും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് സബ് എഞ്ചിനീയർ ലെവൽ ക്ലാസ് തൊട്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരു ക്വസ്റ്റൻ ആണ്. എന്തായിരുന്നു ഇവിടെ രണ്ട് മെറ്റീരിയൽസ് ഉണ്ട്, 2 കോയിൽസ് ഉണ്ട്. ഈ 2 കോയിൽസ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതിൻ്റെ ടേംസിൽ വേണം കണ്ടുപിടിക്കാനായിട്ട്? വോൾട്ടേജിൻ്റെ ടേംസിൽ വേണം കണ്ടുപിടിക്കാൻ. കാരണം വോൾട്ടേജ് ആണ് ഇതിൻ്റെ രണ്ടിൻ്റെയും സെയിം. എപ്പോഴും കമ്പാരിസൺ വാല്യൂ തന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡോ അല്ലെങ്കിൽ എനർജി കൺസ്യൂംഡ് ഒക്കെ തന്നിരിക്കുകയാണെങ്കിൽ കമ്പാരിസൺ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആ കമ്പാരിസണിൽ എപ്പോഴും കോമൺ ആയിട്ടുള്ള വാല്യൂ ഏതാണെന്ന് എടുക്കുക. വളരെ സിമ്പിൾ ആണ്. ഇവിടെ കോമൺ ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. അപ്പോൾ പിന്നെ ഇത് ഹീറ്റ് കൺസ്യൂംഡ് എത്രയായിരിക്കും? V²/R പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് കുറവ് ആർക്കാണോ അവനായിരിക്കും എന്ത് കൂടുതൽ ഹീറ്റ് കൺസ്യൂം ചെയ്യുന്നത്. കാരണം സെയിം വോൾട്ടേജ് ആണ് രണ്ടിനും അക്രോസ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എയുടെ ഡയമീറ്റർ ഹാസ് എ ഡയമീറ്റർ ആൻഡ് ലെങ്ത് ഡബിൾ ദാറ്റ് ഓഫ് കോയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. R is equal to ρL/A ആണ്. RB എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു ρL/A. ഇവിടെ
ബിയുടേത് എൽ ആണെങ്കിൽ ഇതിൻ്റെ എന്താണ് 2L ആണ്. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് ആൻഡ് ദ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡയമീറ്റർ ഓൾസോ ഡബിൾ. അപ്പോൾ എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ഡബിൾ ആകുമ്പോഴത്തേക്ക് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ടൈംസ് ആയിരിക്കും, 1/2 ആയിരിക്കും. R എന്തായാലും കുറവായിരിക്കും. R കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ കറണ്ട് ആയിരിക്കും ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റ് കൺസപ്ഷൻ എവിടെയായിരിക്കും കൂടുതൽ? The heat produced in coil A will be more than that of B. So answer to this question is A ആണ്, option A ആണ് correct answer. Again simple question, ഇതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല. ഇനി അടുത്ത് നോക്കുക, the power factor of a series RLC circuit connected to a 230 volt 50 Hz supply is given. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രോബ്ലം ഒന്നുമല്ല. കാരണം എന്താണ്? if capacitor is removed, capacitor remove ചെയ്ത് കഴിഞ്ഞാൽ 0.625 I പവർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒബ്വിയസ്ലി കാരണം കപ്പാസിറ്റർ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും അതിൻ്റെ പവർ ഫാക്ടർ കുറയും. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് വിൽ ബി ദ പവർ ഫാക്ടർ ഓഫ് ദ ഇൻഡക്ടർ ഈസ് ഓൾസോ റിമൂവ്. ഇൻഡക്ടറും കൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ RLC സർക്യൂട്ടിൽ എന്തായിരിക്കും ആകെ ഉണ്ടാവാൻ പോകുന്നത്? RLCയിൽ C ആദ്യമേ റിമൂവ് ചെയ്തു. ഇഫ് the inductor is also removed എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കപ്പാസിറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു, അതും റിമൂവ് ചെയ്ത് കഴിയുകയാണെങ്കിൽ എന്തായിരിക്കും? R മാത്രമേ ഉണ്ടാവുള്ളൂ. R മാത്രം ഉണ്ടെങ്കിൽ എന്താണ്? പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ്. പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും. ആൻസർ നൺ ഓഫ് ദീസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇറ്റ് ഇസ് ഓൾസോ റിമൂവ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം എന്താണ്? ഈ പറയുന്നത് രണ്ടും റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന്. അതല്ല വേണമെങ്കിൽ വേറെ രീതിയിലും ചോദിക്കാം കേട്ടോ. അതായത് ഈ പറയുന്ന പോലെ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്, ഇൻഡക്ടൻസ് ഉണ്ട്. ആദ്യം കപ്പാസിറ്റർ റിമൂവ് ചെയ്തു. കപ്പാസിറ്റർ റിമൂവ് ചെയ്തപ്പോഴത്തേക്കുള്ള കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് R/Z എന്ന് പറയുന്നത് 0.625 ആണ്. ഇൻഡക്ടർ റിമൂവ് ചെയ്യുമ്പോൾ, അതായത് കപ്പാസിറ്റർ ഉണ്ട്, ഇൻഡക്ടർ മാത്രം റിമൂവ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റൻ ചോദിക്കുകയാണെങ്കിൽ ആൻസർ വേറെ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ ഓൾസോ ഉള്ളതുകൊണ്ട് ഞാൻ മറ്റേ ഓപ്ഷനിലേക്ക് പോകുന്നില്ല. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. അഗൈൻ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇവിടെ ആൻസർ വരാൻ പോകുന്നത് ബി ആണ്. അതായത് see 1 microfarad capacitor is charged to 400 volt. What will be the voltage to the capacitor? അതായത് നമുക്കറിയാം half CV square ആണ് അല്ലേ? half CV square ചെയ്യുമ്പോഴത്തേക്കും half into 10⁻⁻6 into V square. V square എന്ന് പറയുമ്പോൾ 400 into 400 എന്ന് വരും. ഓക്കെ, ഇതാണ് എന്ത്? ഈ എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഈ 1 μ ഓഫ് കപ്പാസിറ്റർ 400 വോൾട്ട് ഉള്ളപ്പോൾ സ്റ്റോർ ചെയ്ത എനർജി എന്ന് പറയുന്നത് 0.08 ജൂൾ എന്ന് കിട്ടും. അതിൽ നിന്ന് എന്ത് കിട്ടും? അതിൽ നിന്ന് if it is discharged, if 0.06 ജൂൾ ഓഫ് എനർജി ഇസ് റിമൂവ്ഡ്, അങ്ങനെയാണെങ്കിൽ 0.02 ജൂളേ ബാക്കി ഉണ്ടാവുള്ളൂ. ദെൻ അതെന്തായിരിക്കും? ഹാഫ് സി വി സ്ക്വയർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ വി കണ്ടുപിടിക്കുക. വി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 200 വോൾട്ട് എന്നായിരിക്കും കിട്ടുക. അതിലേക്ക് പോകുന്നില്ല. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 10 എന്ന് പറയുന്നത് ദ ക്വാളിറ്റി ഫാക്ടർ ഓഫ് എൻ RC സർക്യൂട്ട്. ക്വാളിറ്റി ഫാക്ടർ നമ്മൾ പറഞ്ഞാണ്. ക്വാളിറ്റി ഫാക്ടർ ഓഫ് RLC, RC, RL എല്ലാം നമുക്കറിയാം. ഇറ്റ് ഇസ് ഈക്വൽ ടു XC/R ആണ്. ഒരു സീരീസ് RC സർക്യൂട്ടിന്റെ ക്വാളിറ്റി ഫാക്ടർ XC/R ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/ωCR ആണ്. പവർ ഫാക്ടർ നമുക്കറിയാം cos φ ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു R/Z ആണ്. മാത്രമല്ല ഒരു ക്വാളിറ്റി ഫാക്ടറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? എനർജി സ്റ്റോർ 2π into എനർജി സ്റ്റോർഡ് ബൈ എനർജി ഡിസിപ്പേറ്റഡ് ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇതെന്തായാലും റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഇവിടെ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്, പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ ഓഫ് എൻ RC സർക്യൂട്ട് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? പവർ ഫാക്ടർ ആയിരിക്കും. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റൻ തന്നെയാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം. ദാറ്റ് ഇസ് ദ മാഗ്നറ്റിക് സർക്യൂട്ട്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് നമ്മൾ ഷോർട്ട് നോട്ടിലൊക്കെ തന്നിട്ടുള്ള പോയിന്റാണ്. അതിലെ ഓരോന്നിൻ്റെയും കമ്പാരിസൺ നമ്മൾ ചെയ്തിരുന്നു. ആ ക്വിക്ക് നോട്ടിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ദ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി, അതായത് സൈ ആണ് അല്ലേ? അത് നമ്മൾ ഓരോ മെറ്റീരിയലിനെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ പാരാമാഗ്നറ്റിക് ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഇസ് പോസിറ്റീവ് ബട്ട് ഇറ്റ് ഇസ് എ വെരി സ്മോൾ വാല്യൂ. ആ സ്മോൾ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ലെസ് ദാൻ 1 ബട്ട് പോസിറ്റീവ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ എ, എൽഎയും എൽ ബിയും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈ കീപ്പിംഗ് ദി മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അതായത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് സെയിം ആണ്. അപ്പോൾ ഒറ്റ ഇത് ശരിക്കും പറഞ്ഞാൽ ലോജിക്കലുള്ള നമുക്കറിയാം K is equal to M/√L1 L2. ഇതില്ലാതെ തന്നെ നമുക്കിത് സോൾവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കാരണം എന്താ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബൈ കീപ്പിംഗ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽ സെയിം. ഇവന്മാരുടെ ഇടയിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് സെയിം തന്നെയാണ്. ഇഫ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ ബി ഈസ് ഇൻക്രീസ്ഡ്, അതായത് ഒരു കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കൂട്ടുകയാണ്, പക്ഷെ എന്നിട്ടും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യുന്നില്ല? അവിടെ മാറുന്നില്ല. ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇവിടെ ഇൻഡക്റ്റൻസ് കൂട്ടിയിട്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൂടുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് കുറഞ്ഞിരിക്കുകയാണ്. സോ നമുക്ക് എന്ത് പറയാം? സോ ദ ചേഞ്ച് ഇൻ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് വിൽ ബി ഡെഫിനറ്റ്ലി റെഡ്യൂസ്ഡ്. ഒന്നുകിൽ ഇറ്റ് ഇസ് എ അല്ലെങ്കിൽ ഡി ആണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഈ ഫോമിൽ അപ്ലൈ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കിട്ടും ഡയറക്ട്ലി. കാരണം ഇതൊന്നുമില്ല, /4 ആണ്. √4 ടൈംസ് വരും അല്ലേ? സോ ഇറ്റ് ഇസ് റെഡ്യൂസ്ഡ് ബൈ ഹാഫ് ആയിരിക്കും. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് എ ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? റെഡ്യൂസ്ഡ് ബൈ ഹാഫ്. ഇനി 2 ഇൻഡക്റ്റൻസ്. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2 ഇൻഡക്റ്റൻസ് കോയിൽസ് ഉണ്ട്. എ ആൻഡ് ബി ആർ കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ആക്സിസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി അടുത്തത് എനർജി സ്റ്റോർഡ് ഹാഫ് Li². ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കറന്റ്. ഓക്കെ, അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ വളരെ കമ്പാരിറ്റീവ്ലി സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്, ഒന്നും തന്നെ ആലോചിക്കാനില്ല. ഇനി ക്വസ്റ്റൻ നമ്പർ 15. ക്വസ്റ്റൻ നമ്പർ 15 ചിലപ്പോൾ 1-2 പേർക്ക് ചിലപ്പോൾ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കി. നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ബേസിക്സിലും അതുപോലെ ട്രാൻസിയനിലും നമ്മൾ ഡിസ്കസ് ചെയ്താണ്, പവർ ഇലക്ട്രോണിക്സിലും മാഷൻ ഡിസ്കസ് ചെയ്താണ്. കാരണം ഇതെല്ലാം RL സർക്യൂട്ടിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. സി ടൈം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് അല്ലേ, τ = L/R എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗിവൻ ടു ബി വാട്ട് 2 seconds. അങ്ങനെയെങ്കിൽ R എന്ന് പറയുന്നത് എന്തായിരിക്കും, R = L എന്ന് പറയുന്നത് 4/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ohms എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഒരു RL സർക്യൂട്ടിനെ നമ്മൾ ഒരു DC വോൾട്ടേജ് വെച്ച് എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IF is given by V/R into 1 - e⁻⁻ R/L into T ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 40/2 into 1 - e⁻⁻ R/L. R/L എന്ന് പറയുന്നത് 2 by നമുക്ക് എന്താ കിട്ടിയ 2/4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 into 1 - e⁻⁻0.5 T ആണ് കിട്ടുക അല്ലേ, -0.5 T ആണ് കിട്ടുക. ഇതാണ് എന്ത്, ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ കറണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് റേറ്റ് ഓഫ് റൈസ് ഓഫ് കറണ്ട് ആണ് വേണ്ടത്. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, di/dt എടുക്കുക. di/dt is nothing but 20 into 0.5 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. കാരണം നമുക്ക് എന്താ e⁻⁻0.5 T ആണ്. T is equal to 0 കൊടുത്താൽ അറ്റ് ദി ഇൻസ്റ്റന്റ് ഓഫ് സ്വിച്ചിങ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റൻ വിൽ ബി 10A ആണ്. ഓക്കെ, ഞാൻ ഇനി ഇതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അടുത്തത് നമുക്ക് ക്വസ്റ്റൻ നമ്പർ 16 നോക്കാം. അഗൈൻ ദ റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് എന്താണ്, നമ്മൾ നേരത്തെ 10ാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കിയത് തന്നെയാണ്. എന്താണ്, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ψm. ദാറ്റ് ഈസ് ψm മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് ഈക്വൽ ടു m/h ആണ് അല്ലേ. സോ മാഗ്നറ്റൈസേഷൻ ടു മാഗ്നറ്റൈസിംഗ് ഫോഴ്സ്, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത് ഓരോ ടേമിന്റെയും, അതായത് ബിയുടെ ആണെങ്കിലും എച്ചിന്റെ ആണെങ്കിലും ഇപ്പോൾ ഇതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയാൻ നമുക്ക് എല്ലാ പേരുകളും ഓർത്ത് വെക്കുക. ഇതെല്ലാം യൂണിറ്റ് ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റൻ ഇസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഇനി അടുത്തത് ദ പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ ചാർജ്ഡ് ഹോളോ സ്ഫിയർ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 12th തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ പൊട്ടൻഷ്യലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഹൗ ഇറ്റ് വേരീസ്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ഇതൊരു കണ്ടക്ടറായിട്ട് എടുക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിന്റെ ഉള്ളിൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ്. അതിന്റെ പുറത്തോട്ട് ഇറ്റ് വിൽ ബി വേരിയിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഇൻസൈഡ് 0 ആവുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ. ഇത് ചോദിച്ചിരിക്കുന്നത് പൊട്ടൻഷ്യലാണ്. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ഇൻസൈഡ് എ ഹോളോ കണ്ടക്ടർ. ഇവിടെ ഹോളോ സ്ഫിയർ, ഇവിടെ ചാർജ്ഡ് ഹോളോ സ്ഫിയർ അല്ലെങ്കിൽ ചാർജ്ഡ് ഹോളോ കണ്ടക്ടർ എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെയെങ്കിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, സർഫസിൽ എന്താണോ അത് തന്നെയായിരിക്കും ഉള്ളിൽ ഉണ്ടാവുക. അറ്റ് ദ സെയിം ടൈം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലോ 0 ആയിപ്പോ. ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, പക്ഷേ V എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി ഇൻസൈഡ്സ് ഇന്നർ സർഫസ് ഓഫ്, അല്ലെങ്കിൽ ഒരു അകത്ത് ഈ പറയുന്ന ഒരു ഹോളോ സ്ഫിയറിന്റെ അകത്തെന്ന് പറയുന്നത് V എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ആ പോയിന്റ് ഓർത്തിരിക്കുക. സെയിം ആസ് ദാറ്റ് ഓൺ ദി സർഫസ് ആണ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇനി അടുത്തത് ഓക്കെ, നമ്മളിത് പലതവണ ട്രാൻസ്ഫോമേഴ്സിലൊക്കെ പറഞ്ഞത് ഏരിയ ഓഫ് ഹിസ്റ്ററിസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ മെഷർ ഓഫ് എനർജി ലോസ് പെർ സൈക്കിൾ ആണ്. ഇനി ദ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻ സി ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. ഇനി ദ മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ് ടു റെഡ്യൂസ് എന്താണ് ആൻസർ, റെസിഡ്യൂവൽ മാഗ്നറ്റിസം റെഡ്യൂസ് ചെയ്യാനായിട്ട് കോയേഴ്സിവിറ്റി ആണ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ആർ ഡിസൈൻ ഫോർ, എപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ 24/7 365 ഡേയ്സും ഓൺ ആയിരിക്കും. അപ്പോൾ എന്താണ്, നമുക്ക് അയൺ ലോസ്, കാരണം ലോഡ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കോപ്പർ ലോസ് ഉണ്ടാവുള്ളൂ അല്ലേ. പക്ഷേ 24 മണിക്കൂർ എനർജൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്ത്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അയൺ ലോസ് കുറവായിരിക്കണം, അറിയാവുന്ന കാര്യമാണ്. മെക്കാനിക്കൽ ക്യാര ആർക്കാണെങ്കിലും അറിയാം, ടോർക്ക് വെച്ച് സ്പീഡാണ്. വാട്ട് ബി ദ നമ്പർ ഓഫ് പോൾസ് ടു ഗെറ്റ് മാക്സിമം സ്പീഡ്, 2 ആണ് ആൻസർ. സിമ്പിൾ ആണ്, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മെഷീൻസ് കമ്പാരിറ്റീവ്ലി വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആയിരുന്നു. സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്താണ്, നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. എന്താണ് അതിന്റെ ഇക്വേഷൻ, SE2² R2 അല്ലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വോൾട്ടേജ് ആണ്. കാർബൺ പ്രഷേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ EMF ഇൻ എ DC ജനറേറ്റർ, E directly proportional to N5 അല്ലേ, N5 ആണ്. ഇവിടെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റെഡ്യൂസ്ഡ് 0.85 ആയി. അതുകൊണ്ട് N എന്ന് പറയുന്നത് എത്രയായി, ഇറ്റ് ഇസ് ഇൻക്രീസ് ബൈ 1.2 ആയി. 1.2 8 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.96 ആയി. അപ്പോൾ EB ഡാഷ് എന്ന് പറയുന്നത് എത്രയാണ്, 0.96 ടൈംസ് EB ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് റെഡ്യൂസ്ഡ് ബൈ 4%. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒന്നും ഡിസ്കസ് ചെയ്യാനില്ല. DC മോട്ടർ ഇതെന്ന് പറയുന്നത് എന്താണ്, പലതവണ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. എന്താണ്, ബാക്ക് EMF എന്ന് പറയുന്നത് എന്തായിരിക്കും, VT/2 ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് 220/2 ആയിരിക്കും. വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, സപ്ലൈ വോൾട്ടേജ് നേർ പകുതി ആയിരിക്കും. അപ്പോഴായിരിക്കും എന്ത്, മാക്സിമം പവർ ഡെവലപ്പ് ചെയ്യുക. സോ ദാറ്റ് ആൻസർ ഇസ് 110 വോൾട്ട് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി
if the primary current, again വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, കാരണം പ്രൈമറിയിലുള്ള കറണ്ട് സെക്കൻഡറിയേക്കാൾ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പവർ ഇസ് എ കോൺസ്റ്റന്റ്, VI കോൺസ്റ്റന്റ് ആണ്. പ്രൈമറി കറണ്ട് കൂടുതലാണ്, അതായത് പ്രൈമറിയിലെ വോൾട്ടേജ് എന്താണ്, കുറവാണ്. പ്രൈമറിയിലെ വോൾട്ടേജ് കൂടുതലാണ്, അപ്പോൾ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലാണ്. അതിന്റെ മീനിങ് എന്താണ്, ഇറ്റ് ഇസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇനി സിലിക്കൺ അലോയ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, രണ്ട് ആൻസർ കറക്റ്റ് ആണ്. ഹൈ പെർമിബിലിറ്റി, അതുപോലെ തന്നെ അയൺ ലോസ് കുറയ്ക്കാൻ, കാരണം അതിന്റെ പ്രോപ്പർട്ടി ആണ് അല്ലേ. ഇനി ദ മോസ്റ്റ് എക്കണോമിക്കലി യൂസ് ട്രാൻസ്ഫോമർ കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാർ കണക്ഷൻ ആണ് ഫോർ ഇൻസുലേഷൻ പർപ്പസ്, കാരണം ഇവിടെ സ്മോൾ കറണ്ട് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ ആണ്. ആ പോയിന്റും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിജിറ്റലിൽ നമ്മൾ ഒരുപാട് എല്ലാ നമ്പർ സിസ്റ്റത്തിൻ്റെയും കൺവേർഷൻ മാഷ് പഠിപ്പിച്ചാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് B ആണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു റിപ്പിൾ കൗണ്ടറിന്റെ ക്വസ്റ്റ്യൻ ആണ്. റിപ്പിൾ കൗണ്ടറിന്റെ ആൻസർ എന്ന് പറയുന്നത് R is equal to 40 നാനോസെക്കൻഡ്, S is equal to 10 നാനോസെക്കൻഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ if the worst case delay in ripple counter and synchronous counter എന്ന് പറയുന്നത് ചോദിച്ചിരിക്കുന്നത് 40 നാനോസെക്കൻഡ്സും, worst case delay ആണ് ചോദിച്ചിരിക്കുന്നത് 40 നാനോസെക്കൻഡും 10 നാനോസെക്കൻഡും. ഇനി ഇവിടെ എന്താണ്, which combination circuit is well known for selecting a single input from multiple inputs. നമുക്കറിയാം അതെന്താണ്, ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് അറിയാവുന്ന എന്താണ്, മക്സ് ആണ് അല്ലെ, മൾട്ടിപ്ലക്സർ ആണ്. ഇവിടെ ഡേറ്റ സെലക്ടർ ആണ്. ഇനി how many NOT gates are required for construction. ഇവിടെ എല്ലാ കേസും മാഷ് ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. എത്ര നോട്ട് ഗേറ്റ്സ് വേണം, മിനിമം റിക്വയർ. ഇത് ഇപ്പോൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇറ്റ് ഇസ് എ മിനിമം ഗേറ്റ്സ് റിക്വയർഡ് അല്ലെ, മിനിമം നോട്ട് ഗേറ്റ്സ് റിക്വയർഡ് ആണ്. ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. 2 നോട്ട് ഗേറ്റ്സ് ആർ റിക്വയർഡ് ഫോർ 4x1 മൾക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 35. ക്വസ്റ്റ്യൻ നമ്പർ 35 നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ദാറ്റ് ഈസ് ചോദിച്ചിരിക്കുന്നത് എന്താ, ഇൻ കേസ് ഓഫ് എൻ ആഡർ സർക്യൂട്ട് ദ ക്യാരി പ്രൊപ്പഗേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. അപ്പോൾ ഇവിടെ നമ്മുടെ മാഷ് തന്നെ പറഞ്ഞൊരു കൺഫ്യൂഷനാണ്. ഇവിടെ നമുക്ക് ക്യാരി പ്രൊപ്പഗേഷനും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ക്യാരി ജനറേറ്റും ഉണ്ട്. ഇതിന് രണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ക്യാരി പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം A XOR B ആണ് കറക്റ്റ് ആൻസർ. ക്യാരി ജനറേറ്റ് എന്ന് പറയുന്നത് A.B ആണ്. അപ്പോൾ ഇവിടെ A XOR B ആണ് ഇവിടെ വരേണ്ട ഏറ്റവും കറക്റ്റ് ആൻസർ. പക്ഷേ അത് ഓപ്ഷൻസിൽ തന്നെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് the design and architecture of ALU is established based on എന്താണ്, കോമ്പിനേഷണൽ ലോജിക് ആണ്. സിമ്പിൾ തിയററ്റിക്കൽ ക്വസ്റ്റൻ തന്നെയാണ്. ഇനി അടുത്ത 37th ക്വസ്റ്റൻ, അഗെയിൻ നമ്മുടെ ക്ലാസ്സിൽ ചെയ്ത അതേ ക്വസ്റ്റൻ തന്നെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആൻസർ D ആണ്, ഓപ്ഷൻ വരുന്നത് D12 ആണ്. ഇനി അടുത്ത ക്വസ്റ്റൻ 38. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റൻ. ഡയറക്ട്ലി നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല. മൈക്രോ പ്രോസസ്സർ വന്നൊരു ക്വസ്റ്റൻ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് നാൾ മുമ്പ് ഗേറ്റിന് കമ്പ്യൂട്ടർ സയൻസിൽ ചോദിച്ചൊരു ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. കമ്പാരിറ്റീവ്ലി ഇത് ഞാൻ ഇത്തിരി ടൈം കൺസ്യൂം ചെയ്യുന്നത് മാത്രമല്ല, ലോജിക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റനിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, when two processors 1 and 2 executing the same instruction set. അപ്പോൾ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് ബൈ പ്രോസസർ 1 and 2 എന്ന് പറയുന്നത് എന്താണ്, സെയിം തന്നെയാണ്. അപ്പോൾ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഗിവൺ ബൈ ടൈം ബൈ CPI ഇൻടു ക്ലോക്ക് ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മാത്രം, ഈ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ്ലി പോയി ഇതെങ്ങനെ വന്നു ഞാൻ പറയുന്നില്ല. ഇവിടെ നമുക്ക് ടൈം തന്നിട്ടുണ്ട്, CPI പറഞ്ഞിട്ടുണ്ട്, ക്ലോക്ക് ഫ്രീക്വൻസി. CPI എന്താണ്, ക്ലോക്ക് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ ആണ് CPI. അപ്പോൾ ഇവിടെ രണ്ട് പ്രോസസ്സർ ഉണ്ട്, ദാറ്റ് ഈസ് P1ഉം P2. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടുപേരും എക്സിക്യൂട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് സെയിം ആണ്. അതെങ്ങനെ അറിയാം, കാരണം ദേ ആർ എക്സിക്യൂട്ടിംഗ് ദ സെയിം ഇൻസ്ട്രക്ഷൻ സെറ്റ് അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വേറെ എന്താ പറഞ്ഞിട്ടുള്ളത്, for the same input program running on the second processor takes 25% less time. അപ്പോൾ 25% ലെസ് ടൈം എന്ന് പറയുമ്പോൾ T2 എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ, 0.75 T1 ഉള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പ്രോസസറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ പ്രോസസറിന്റെ CPI എന്ന് പറയുന്നത് എത്രയാണ്, ഇറ്റ് ഇൻകേഴ്സ് മോർ, ദാറ്റ് ഈസ് ക്ലോക്ക് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 20 ആണ്. അങ്ങനെയെങ്കിൽ CPI 2 എന്ന് പറയുന്നത് എത്രയാണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 1.2 ടൈംസ്, കാരണം 20% അല്ലേ, CPI 1 ആണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ആസ് കമ്പയർഡ് ടു ദി പ്രോഗ്രാം റണ്ണിംഗ് ഓൺ ദി ഫസ്റ്റ് പ്രോസസർ. ഇനി ഇഫ് ദ ക്ലോക്ക് ഫ്രീക്വൻസി ഓഫ് ദി ഫസ്റ്റ് പ്രോസസർ ഇസ്, ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് CF ആണ്. ക്ലോക്ക് ഫ്രീക്വൻസി ഓഫ് ദി ഫസ്റ്റ് ഇസ് ഈക്വൽ ടു, ക്ലോക്ക് ഫ്രീക്വൻസി ഓഫ് ദി ഫസ്റ്റ് പ്രോസസർ ഇസ് 1 GHz എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ CF2 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് രണ്ട് കേസിലും സെയിം ആണ്. അതുകൊണ്ട് ഈ എക്സ്പ്രഷൻ ഇത് T1 ബൈ, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് T1 ബൈ CPI 1 ഇൻടു ക്ലോക്ക് ഫ്രീക്വൻസി 1 ഇസ് ഈക്വൽ ടു എന്താണ്, T2 ബൈ CPI 2 ഇൻടു ക്ലോക്ക് ഫ്രീക്വൻസി 2 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാണ്, ഇവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്, T1 ബൈ, ദാറ്റ് ഈസ് T1 എന്ന് പറയുന്നത് T1 ബൈ 0.75
T2 താഴേക്ക് വരില്ലേ 0.75 T1 എന്ന് വരും. അപ്പോൾ ഇതും നമ്മൾ എഴുതി. CF1 എന്ന് പറയുന്നത് നമുക്കറിയാം. CP1 എന്ന് പറയുന്നത് CPI1 എന്ന് പറയുന്നത് എത്രയാണ്? CPI2 by CPI1. CPI2 by CPI1 is equal to 1.2 ആണ് into CF1 is equal to 1 gigahertz ആണ്. So that is equal to 1.2 by 0.75 ആണ്, or that is equal to 1.2 by 0.35 3 by 4 ആണ്, or that is equal to എത്ര വരും? 1.6 എന്ന് വരും. 1.6 ഹെർട്സ് ഉണ്ട് ഓപ്ഷനിൽ ഡി ആണ് ആൻസർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ്ലി തന്നെ നമ്മളിത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ സിലബസിൽ ഇല്ലാത്ത ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്തായാലും ഈ ക്ലോക്ക് സൈക്കിൾസും ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ഈ ഒരു ലോജിക്ക് അറിയാമെങ്കിൽ, കാരണം രണ്ടിൻ്റെയും ഇൻസ്ട്രക്ഷൻ സെറ്റ് അല്ലെങ്കിൽ രണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. സോ ആൻസർ എത്ര വരും? 1.2 by that is 0.75, or that is equal to 1.2 by 3 by 4 എന്ന് വരും. That is equal to 4 into 4 അല്ലെങ്കിൽ 0.4 into 4 1.6 ഹെർട്സ് എന്ന് വരും. ആൻസർ ഡി ആണ്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഈ പറയുന്ന പോലെ നമ്മളുടെ ഒരു സിലബസിൽ വരുന്നൊരു ടോപ്പിക്കാണ്, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കുറച്ച് നമുക്ക് ലോജിക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് ആൻസർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് വലിയ രീതിയിൽ മാറാൻ പോകുന്നില്ല, കാരണം ഇത് ആൻസർ ചെയ്ത് വളരെ ചെറിയ പെർസെൻറ്റേജ് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 39 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 39 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സീക്വൻസ് ഓഫ് 2 registers that multiplies the content of D register pair by 2 and stores the result in HL pair എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി ഫൈൻഡ് ദ റെസൊല്യൂഷൻ ഓഫ് എ 10-bit ADC, അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിന്റെ റെസൊല്യൂഷൻ ആണ് ചോദിക്കുന്നത്. 10-bit എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10-bit എന്ന് പറയുമ്പോൾ 2⁻10 അല്ലേ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 2⁻10. 2⁻10 is equal to 1024 ആണ്. റെസൊല്യൂഷൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദാറ്റ് ഇസ് എന്താണ്? റേഞ്ച് 10 വോൾട്ട് ആണ്. അപ്പോൾ 10/1024 ചെയ്താൽ മതി. ദാറ്റ് ഇസ് 10/2⁻10. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് ആൻസർ വരുന്നത്? ആൻസർ വരാൻ പോകുന്നത് നിങ്ങൾക്ക് 9.77 മില്ലി വോൾട്ട് എന്ന് കിട്ടും. ഇനി ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പവർ സിസ്റ്റത്തിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദ അവൈലബിൾ ഹെഡ് സ്പെസിഫിക് സ്പീഡിന്റെ ഡെഫിനിഷൻ ആണ്. സ്പെസിഫിക് സ്പീഡിന്റെ ഡെഫിനിഷൻ എന്താണ്? യൂണിറ്റ് പവർ അണ്ടർ യൂണിറ്റ് ഹെഡ്. യൂണിറ്റ് പവർ അണ്ടർ യൂണിറ്റ് ഹെഡ് ആണ്. ഇവിടെ 1 മീറ്റർ ഹെഡ് 1 മീറ്റർ ടു ഡെവലപ്പ് 1 HP പവർ അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് എന്താണ്? സ്പെസിഫിക് സ്പീഡാണ്. അടുത്തത് കണ്ടക്ടർ. സപ്പോസ് ഇത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ആ ഫോമിൽ അറിയാമെങ്കിൽ പോലും നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റൻ തന്നെയാണ്. ദാറ്റ് ഇസ് ആൻസർ ടു ദിസ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ക്വസ്റ്റൻ നമ്പർ 43 അല്ലേ? ആൻസർ എന്ന് പറയുന്നത് സി ആണ് കിട്ടുക. ഇനി സർക്യൂട്ട് ബ്രേക്കറിന്റെ ക്വസ്റ്റ്യൻ, അതായത് സർക്യൂട്ട് ബ്രേക്കർ എന്താണ്? റെസിസ്റ്റൻസ് സ്വിച്ചിങ് ആണ്. അതും ഡയറക്റ്റ് ഫോമിൽ നമുക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അഗൈൻ ഈ രണ്ട് ക്വസ്റ്റൻസും ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് റൗണ്ടിലൊക്കെ ചെയ്യേണ്ട ക്വസ്റ്റൻസ് ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അഗൈൻ ഈ ക്വസ്റ്റ്യനും ഇത്തിരി ലെന്തിയാണ്. ലെന്തി അല്ല, നമുക്ക് സൊല്യൂഷൻ അതായത് ടൈം നമുക്ക് കാൽക്കുലേഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് ലെന്തിയാണ് നമുക്ക് പറയാം. എന്നാലും സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്. പലതവണ ഇതിന്റെ ക്വസ്റ്റൻസ് നമ്മൾ ക്ലാസ്സിലും അതുപോലെ നമ്മുടെ ടെസ്റ്റിലൊക്കെ റിപ്പീറ്റഡ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇതിൽ ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. ഇനി അടുത്തത് അഗൈൻ തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എന്താണ്? ട്രാൻസ്പോസിംഗ് ദി പവർ ലൈൻ. ദാറ്റ് ഇസ് ഇവിടെ എന്താണ്? അപ്രോപ്രിയേറ്റ് വേ ഓഫ് മിറ്റിഗേറ്റിംഗ് ദ പ്രോബ്ലം ഓഫ് ഇന്റർഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഓപ്ഷൻസ് കണ്ടോ? ട്രാൻസ്പോസിംഗ് ദ പവർ ലൈനും ഉണ്ട്, ട്രാൻസ്പോസിംഗ് ദ കമ്മ്യൂണിക്കേഷൻ ലൈനും ഉണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും സൂട്ടബിൾ ആൻസർ എന്ന് പറയുന്നത് ട്രാൻസ്പോസിംഗ് ദി പവർ ലൈൻ ആണ്. ഇവിടെ what will be the nature of power of the fault if the power system is subject to a fault which makes the zero sequence component of actual current equal to 0. Zero sequence component ഇല്ലെങ്കിൽ എന്താണ്? It is line to line fault ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 48. That is, which of the following stability is increased by use of high speed circuit breaker? Again നമുക്ക് high speed circuit breaker, ഈ high speed circuit breaker തന്നെ എന്താണ്? നമുക്ക് ഈ സ്പീഡ് അല്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഫോൾട്ട് ക്ലിയർ ചെയ്യാൻ പറ്റണം അല്ലേ? അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഫോൾട്ടിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റണം. അത് ഏതാണ്? ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ആണ്. സോ ആൻസർ ഇവിടെ ഡി അല്ല ആൻസർ. നമ്മൾ ക്ലാസ് തന്നെ ചെയ്ത ഒരു ക്വസ്റ്റൻ ആണ്, നമ്മുടെ ടെസ്റ്റിനും ഉണ്ടായിരുന്നു. ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഈ ക്വസ്റ്റൻ അഗൈൻ എന്താണ്? നമുക്കറിയാം സ്ട്രിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആണ്. നമ്മുടെ വോൾട്ടേജ് ബൈ N into V4 ആയിരിക്കും അല്ലേ? 4th യൂണിറ്റ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് എത്രയാണ്? 55 ആണ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഇത് ചെയ്യാനൊന്നുമില്ല. 4 യൂണിറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് 1/45% ഓഫ് ദി ടോട്ടൽ വോൾട്ടേജ്. അപ്പോൾ 4 into 0.45 എന്ന് കിട്ടും. അല്ലെങ്കിൽ 45/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 100/45 എന്ന് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ആൻസർ ഡി ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. സിംഗിൾ ഫേസ്. അഗൈൻ ഈ ഒരു ക്വസ്റ്റൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അഗൈൻ ഈ ക്വസ്റ്റൻ നമ്പർ 50. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. വാട്ട് ഈസ് അഗൈൻ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. എൽ ഫേസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എൽ ഫേസിന്റെ ഇക്വേഷൻ എന്താണ്? എൽ ഫേസ് പെർ കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. 0.2 ln by t by 0.7788 r ആണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? സോ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു മില്ലി ഹെൻറി പെർ കിലോമീറ്റർ എന്ന് വരും അല്ലേ? ഇത് നിങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലോഗ് അറിഞ്ഞിരിക്കണം. മാത്രമല്ല ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ദാറ്റ് ഈസ് കിലോമീറ്റർ
ഇറ്റ് ഈസ് ഈക്വൽ ടു 0.2 ln ഡി എന്ന് പറയുന്നത് ഡി തന്നിരിക്കുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1.5 ആണ്. 0.7788 ഇൻറ്റു 2 സെൻറ്റിമീറ്റർ, ദാറ്റ് ഇസ് 0.02 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 0.913 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നിങ്ങൾ മെജോറിറ്റി ആൾക്കാരും ചെയ്തിട്ടുണ്ടാവില്ല, ഒരു കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ഏതൊരു എക്സാമിനും എക്സ്പെക്ട് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ വാല്യൂ എന്ന്. പക്ഷേ ഇതൊന്നും തന്നെ ഓപ്ഷൻ ഇല്ല. പക്ഷേ നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ്, ലൂപ്പ് ഇൻഡക്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഫേസ് വാല്യൂ ആണ്. 2 ടൈംസ് എൽ ഫേസ് കിട്ടും. അത് കിട്ടും നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കിട്ടും. ദാറ്റ് ഇസ് 1.83 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ എന്ന് നമുക്ക് ഈ ഓപ്ഷൻ കിട്ടും. പോയിന്റ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം മെജോറിറ്റി ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന പോലെ ലോഗിൻ്റെ വാല്യൂ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വാല്യൂ നമുക്ക് ഒരിക്കലും കാണാതെ പിടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അഗെയിൻ ഇവിടെ ചോദിച്ചിരിക്കുന്ന സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. സെൽഫ് ഇൻഡക്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.913 ആണ്. പക്ഷേ നമുക്ക് ലൂപ്പ് ഇൻഡക്റ്റൻസ് ആണെങ്കിൽ 2 ടൈംസ് കിട്ടും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.83 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ ആണ്. പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 51ലേക്ക് പോകാം. അഗെയിൻ സിമ്പിൾ ഡയറക്റ്റ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ, സെൽഫ് കമ്മ്യൂട്ടേഷൻ തന്നെയാണ്. അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഫ്രീ വീലിംഗ് ഡയോഡ്, എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. അടുത്ത 53rd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്ഷൻ അഗെയിൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ. പൾസ് വിഡ്ത്ത് is half for constant frequency operation. The new output voltage എത്രയായിരിക്കും? 300 വോൾട്ടേജ് ആയിരിക്കും വരിക. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്തത് 3SC അഗെയിൻ ഇത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾ ലാസ്റ്റിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. ഡയറക്റ്റ്ലി നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാം. കാരണം ഇത് കുറച്ചധികം സ്റ്റെപ്സ് എഴുതിയാൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റൂ. കാരണം ദ ഇക്വലൈസിംഗ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇനി സ്നബർ സർക്യൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. ഇറ്റ് ഇസ് ടു ലിമിറ്റ് ദി റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് V അത് കൊടുത്ത് വയ്ക്കുക. ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജിനെ മാഷ് ഓൾറെഡി പഠിപ്പിച്ചാണ്. ലിമിറ്റ് ദി റൈസ് ഓഫ് വോൾട്ടേജ്. കാരണം ഇത് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് വോൾട്ടേജും കറണ്ട് തമ്മിലാണ്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ടു ലിമിറ്റ് ദി റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് ആണ്. സ്നബർ സർക്യൂട്ട് dV/dt പ്രൊട്ടക്ഷൻ ആണ്. ഇനി ഈ ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇത് സോൾവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എന്താണ് ലാച്ചിങ് കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്കറിയാം ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നതും ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലാച്ചിങ് കറണ്ട് ടേൺ ഓൺ പ്രോസസ് ആണ്. ടേൺ ഓൺ പ്രോസസ് എന്ന് പറയുമ്പോൾ ലാച്ചിങ് കറണ്ട് തന്നിട്ടുണ്ട് 4 മില്ലി ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. ദെൻ ദി മിനിമം വിഡ്ത്ത് ഓഫ് ദി ഗേറ്റ് പൾസ് റിക്വയർഡ് ടു പ്രോപ്പർലി ടേൺ ഓൺ ദി തൈരിസ്റ്റർ ഷോൺ ഇൻ സർക്യൂട്ട് ബിലോ. അപ്പോൾ ഇവിടെ നമുക്ക് 100 വോൾട്ട് ഉണ്ട്, 0.1 ഉണ്ട്. P is equal to LdI/dt ആണ് അല്ലേ? P is equal to LdI/dt ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ ടൈം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഇസ് T is equal to L/V into I ആണ് നമുക്ക് വേണ്ടത്. L/V എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 0.1/100 ഇൻറ്റു കറണ്ട് എത്രയാണ്? 4 മില്ലി ആംപിയർ ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടാൻ പോകുന്നത് 4 ഇൻറ്റു 10⁻⁻6 ആണ് എന്ത് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 4 മൈക്രോ സെക്കൻഡ്സ്. ആൻസർ സി ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വേറെ ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ തന്നെ മാഷ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് 4 മൈക്രോ സെക്കൻഡ് ആണ് ആൻസർ. അടുത്ത നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാറ്റ് ഇസ് ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് എ സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് റെക്ടിഫയർ. ഫുൾ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ കമ്പാരിസൺ മാഷ് ടേബിൾ ആയിട്ട് തന്നെ തന്നതാണ്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ബി ആണ്. ഓപ്ഷൻ ബി ആണ്. VM തന്നെയായിരിക്കും. കാരണം ഒരു ഫുൾ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ശരിക്കും ഇത് പവർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡയറക്റ്റ്ലി അനലോഗിന്റെ ഫുൾ ബ്രിഡ്ജ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? ഇനി ഓപ്പ് ആമ്പിന്റെ ഡിഫറൻഷ്യൽ ഗെയിൻ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? CMRR എന്ന് പറയുന്നത് എന്താണ്? അത് പലർക്കും ഇത് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും ലോഗ് ഉണ്ട്, പക്ഷേ ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ. CMRR എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്താണ്? 100 dB എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്തായിരുന്നു CMRR ഇക്വേഷൻ എന്ന് പറയുന്നത്? എന്തായിരുന്നു? ഇറ്റ് ഈസ് ഈക്വൽ ടു 20 log എന്തായിരുന്നു? AD ഡിഫറൻഷ്യൽ ഗെയിൻ ബൈ കോമൺ മോഡ് ഗെയിൻ അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് CMRR തന്നിട്ടുണ്ട് 100/20 ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് AD എന്ന് പറയുന്നത് 10,000 ആണ്. 10,000/AC ആണ് നമുക്ക് വേണ്ടത് അല്ലേ? ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത് 5 ആണ്. ഓർ നമുക്ക് ആൻറ്റി ലോഗ് എടുക്കുമ്പോൾ 5 എന്ന് കിട്ടും. AC എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 10,000/10⁵ എന്ന് കിട്ടും. ഓർ ദാറ്റ് ഇസ് ഈക്വൽ ടു 0.1 എന്ന് കിട്ടും. കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് 0.1 ആണ്. ഇനി ഇതൊന്നും വേണ്ട, ഡയറക്റ്റ്ലി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ ഓപ്ഷൻസ് വെച്ചിട്ട് ഓപ്ഷൻസ് ഇതിലോട്ട് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാം. ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി ആണ്. ഇവിടെ 100 dB തന്നിരിക്കുന്നത്, ഓർത്തിരിക്കുക. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓപ്പ് ആമ്പ്. ഒരു ഐഡിയൽ ഓപ്പ് ആമ്പിന്റെ ക്യാര അല്ലാത്ത എന്താണ്? ഇൻഫിനിറ്റ് സ്ലൂ റേറ്റ് എന്ന് പറയുന്ന ക്യാരയാണ്, ഇൻഫിനിറ്റ് ബാൻഡ്വിഡ്ത്ത് ക്യാരയാണ്, ഹൈ CMRR അല്ലെങ്കിൽ ഇൻഫിനിറ്റ് CMRR ആണ് ഇതിന്റെ ക്യാര എന്ന് പറയുന്നത്. ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഇത് തെറ്റാണ്. കാരണം എന്താ? സീറോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ? സോ വിച്ച് ഓഫ് ദി
which is following is not a Kara എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് എ Kara എന്ന് പറയുന്നത് എന്താണ്? ഹൈ ഔട്ട്പുട്ട് ഇംപെഡൻസ് ആണ്. എന്താണ്? 0 ഔട്ട്പുട്ട് ഇംപെഡൻസ് ആണ് കറക്റ്റ് ആൻസർ വരേണ്ടത് അല്ലേ. ഇനി ഔട്ട്പുട്ട് ഓഫ് an op amp increases 8 volt in 14 microseconds. സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റൻ്റെ ആൻസർ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ 8/14 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 0.571 എന്നാണ്. 0.571 എന്ന് കിട്ടും. ആൻസർ സി ആണ്. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല, സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആണ്. ഇനി ഈ ക്വസ്റ്റൻ എന്താണ്? ഈ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ആണ്. അഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണ്. നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ആണ് നമ്മുടെ ആദ്യത്തെ 2-3 സെഷൻസിൽ. ഇതും സിഗ്നൽ ഫ്ലോ ഗ്രാഫാണ് മാഷ് പഠിപ്പിച്ചല്ലേ. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. ഇത് ആർക്കും തെറ്റിയിട്ടുണ്ടാവാൻ വഴിയില്ല. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി ദാറ്റ് ഈസ് 62 ഇവിടെ എന്ന് പറയുമ്പോൾ നോൺ ടച്ചിങ് ലൂപ്സ് ആണ്. നോൺ ടച്ചിങ് ലൂപ്പ് കോമ്പിനേഷൻസ് നമുക്ക് മൊത്തം 4 കോമ്പിനേഷൻസ് കൊണ്ടുവരാൻ പറ്റും. 1, 2, 3 നോൺ ടച്ചിങ് 2 നോൺ ടച്ചിങ് ലൂപ്പ് കോമ്പിനേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ദാറ്റ് ഈസ് എ സിസ്റ്റം പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഫോർ എ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. അങ്ങനെയെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്തായിരിക്കും? ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് സ്റ്റെപ്പ് ഇൻപുട്ടിന് കറസ്പോണ്ടിംഗ്ലി ഉള്ള ഔട്ട്പുട്ട് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ചെയ്യുക. ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഗിവൺ ബൈ 12/s² + 5s + 4 ആണ്. നേച്ചർ ഓഫ് റെസ്പോൺസ് ആണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. സോ s² + 2zeta ωn × s + 4 ആണ്. സോ 2zeta ωn എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് അല്ലേ. ഒമേഗ n എന്ന് പറയുന്നത് എത്രയാണ്? ωn² ആണിത് അല്ലെ. ωn² ആണ് ഈ 4 എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ωn? ωn is equal to 2 ആണ്. അങ്ങനെയെങ്കിൽ 4zeta = 5 ആണ്. ഓർ zeta is equal to 5/4 എന്ന് വരും. 5/4 which is greater than 1. അതുകൊണ്ട് തന്നെ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ is it is zeta whenever it is greater than 1 it is an overdamped system. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അടുത്തതിലേക്ക് പോവാം. ഇനി അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 64ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 64 എന്ന് പറയുന്നത് the peak time TP is equal to 3 seconds for a system to which unit step input is applied. The damping frequency എന്ന് പറയുന്നത് നമുക്കറിയാം TP is given by എന്താണ്? n/ωd ആണ്. ഇവിടെ ωd ആണ് ചോദിച്ചിരിക്കുന്നത്. that is equal to pi/3 എന്ന് വരും. that is pi/3 that is pi/TP എന്ന് വരും. that is equal to 3.14/3 എന്ന് വരും. that is equal to approximately 1. കിട്ടാൻ പോകുന്ന ആൻസർ 1.05 ആണ്. ആൻസർ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് പൊസിഷണൽ എറർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് KP ആണ്. KP is equal to limit s tends to 0 g of s into h of s എന്ന് വരും. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടാൻ g of s into h of s എന്ന് പറയുമ്പോൾ 40 ഇതിന് 0 കൊടുക്കുക, ഇതിന് 0 കൊടുക്കുക. 40/5 that is equal to 8 ആണ്. ഓപ്ഷൻ എ ആണ് പൊസിഷണൽ എറർ എന്ന് പറയുന്നത്. 65 ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണല്ലോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 66 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹിയർ വി നീഡ് ടു ഫൈൻഡ് ദി ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോൾസ് ആണ്. ഇവിടെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് g of s. സോ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 + g of s into h of s ആണ്. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + g of s into h of s എന്ന് പറയുന്നത് എത്രയാണ്? 1/s² + 6s + 9. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1/s² + 6s + 10 എന്ന് വരും. അങ്ങനെയെങ്കിൽ നമുക്ക് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഇതിന്റെ പോൾസ് ആണ്. ദാറ്റ് ഈസ് s² + 6s + 10 കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു -b ± √b² - 4 AC ചെയ്താൽ മതി /2. ദാറ്റ് ഈസ് ഈക്വൽ ടു -b - 6 ± ഇവിടെ എല്ലാം 3 ആണ് വരുന്നത്. നമുക്ക് അതിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 36 - 4 into 10 എന്ന് വരും /2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -6 ± 36 - 40 ദാറ്റ് ഈസ് ഈക്വൽ ടു -4 ഇറ്റ് ഈസ് ഈക്വൽ ടു ± 2j /2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 ± j എന്ന് വരും. -3 ± j ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 66 ഡൺ. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 67ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 67 ഒരു ടൈപ്പ് 1 സിസ്റ്റം ഫോർ എ ടൈപ്പ് 1 സിസ്റ്റം ദ വെലോസിറ്റി എറർ, അതായത് നമുക്കിവിടെ പറയാം ഒരു ടൈപ്പ് 1 സിസ്റ്റമാണ്. ടൈപ്പ് 1 സിസ്റ്റത്തിൽ റാമ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ റാമ്പ് ഇൻപുട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് എന്താണ്? ഈ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/kV ആണ് അല്ലേ. സോ 1/kV എന്ന് പറയുന്നത് എന്താണ്? സോ ദ വെലോസിറ്റി എറർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഗെയിൻ കോൺസ്റ്റന്റ്. ഓപ്ഷൻ സി ആണ്. ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 68. Which of the following is true for Ruth-Hurwitz criteria? Ruth's criteria.
ഇറ്റ് ഗീവ്സ് an idea about absolute stability, correct ആണ്. ഇനി the degree of instability and means to avoid it is not indicated by Ruth criteria, correct ആണ്. ഇനി it indicates the number and values of unstable root, ഇത് തെറ്റാണ്. values of unstable root നമുക്ക് ഇതിന് Ruth criteria എന്ന് കിട്ടാറില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും suitable ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 and 2 ആണ്. ഇത് രണ്ടുമാണ് കറക്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ 1 and 2 ആണ്. കാരണം ഇവിടെ വാല്യൂസ് ഓഫ് അൺസ്റ്റേബിൾ റൂട്ട് നമുക്ക് കിട്ടില്ല. ഇനി എഫക്ട് ഓഫ് ആഡിംഗ് പോൾസ് ആൻഡ് സീറോസ് ക്യാൻ ബി ഡിറ്റർമിൻ ക്വിക്ലി ബൈ എന്താണ്? നമുക്കറിയാം ബോഡി പ്ലോട്ടാണ്. നമ്മൾ ബോഡി പ്ലോട്ടും നൈക്വിസ് പ്ലോട്ടും റൂട്ട് ലോക്കും ഒക്കെ പഠിച്ചാണ് അല്ലേ. ഇവിടെ ബോഡി പ്ലോട്ടാണ് ഏറ്റവും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 70 പോവാം. Then the Nyquist plot is given. ഇവിടെ എന്താണ്? ഗെയിൻ മാർജിൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ദിസ് ഇസ് ഗിവൻ ടു ബി എ ഇസ് ഈക്വൽ ടു എന്താണ്? 0.3 ആണ്, -0.3 ആണ്. വാട്ട് ഇസ് ഗെയിൻ മാർജിൻ? ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത് 1/mod of a ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/0.3 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 3.33 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത 71 പോവാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 71 എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 71 അഗൈൻ മെഷർമെന്റ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രോബ്ലം ആണ്, സിമ്പിൾ ആണ്. അഗൈൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? BAN into I ആയിരുന്നു എന്ത്? TD എന്ന് പറയുന്നത്. TD ആണ്. ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ ഇതിന്റെ ഇത് പറഞ്ഞിരുന്നു, ബാൻ I എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ദാറ്റ് ഇസ് റെസിസ്റ്റൻസ് ഓഫ് മൂവിംഗ് കോയിൽ എന്ന് പറയുന്നത് 13,500 ആണ്. എന്നിട്ട് വോൾട്ടേജും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആകെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കറണ്ട് കണ്ടുപിടിക്കുന്നത്. കറണ്ട് ഡയറക്റ്റ്ലി തന്നിട്ടില്ല, ബാക്കി എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു 150 വോൾട്ട് ബൈ 13,500 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത്. ബിയുടെ വാല്യൂ അറിയാം. അഗെയിൻ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 5.5 ഇൻറ്റു 10⁻²2 വെബർ പെർ മീറ്റർ സ്ക്വയർ ടെസ്ല ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? വെരി ഇമ്പോർട്ടൻറ്റ്, 4 സെൻറ്റിമീറ്റർ ഇൻറ്റു 3 സെൻറ്റിമീറ്റർ. പക്ഷേ മീറ്ററിൽ ചെയ്യുക 12 ഇൻറ്റു 10⁻⁴ എന്ന് കിട്ടും, മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും, ഇൻറ്റു 150 ടേൺസ് എന്ന് കിട്ടും, ഇൻറ്റു ഐ എന്ന് പറയുന്നത് എത്രയാണ്? 150 ബൈ 13,500 എന്ന് കിട്ടും. ഈ വാല്യൂ നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 11 ഇൻറ്റു 10⁻⁵ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. 11 into 10⁵5 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? നമുക്കറിയാം ഗാലനോമീറ്റർ ആണ്. ഗാലനോമീറ്റർ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണോ? അല്ല. വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇനി ഇതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട തന്നെ ആവശ്യമില്ല, അത്രയ്ക്ക് സിമ്പിൾ ആണ്. ഷണ്ട് റെസിസ്റ്റൻസ് എത്രയാണ്? R ഷണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു R മീറ്റർ ബൈ M-1. ഇവിടുത്തെ M കണ്ടുപിടിക്കുന്നതിന് മാത്രമേ ഉള്ളൂ എന്ത്? ഇവിടെ ഇൻറ്റു ഇവിടെ 2 മില്ലി ആംപിയർ മീറ്ററിനെ നമ്മൾ 100 മില്ലി ആംപിയർ മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ M എന്താണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു 100 മില്ലി ആംപിയർ ബൈ 2 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 50 ആണ്. അങ്ങനെ വരുമ്പോൾ RM എന്ന് പറയുന്നത് എത്രയാണ്? RM is equal to 60 ohm by internal resistance ആണ് 60 ohm എന്ന് പറയുന്നത്. That is equal to 49 എന്ന് കിട്ടും. ഇതിന്റെ വാല്യൂ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ ഇറ്റ് ഇസ് ഈക്വൽ ടു 1.22 ohm എന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ പറയാത്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 74 ദാറ്റ് ഇസ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ക്യാൻ ബി യൂസ്. നമ്മൾ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ക്യാൻ ബി യൂസ്. ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഹൊറിസോണ്ടലി മൗണ്ടഡ് അതുപോലെ തന്നെ വെർട്ടിക്കലി മൗണ്ടഡ്. ഇതേപോലെ ഹൊറിസോണ്ടലി മൗണ്ടഡും വെർട്ടിക്കൽ മൗണ്ടഡും നമ്മൾ എവിടെയാണ് പഠിച്ചത്? നമ്മുടെ സ്പ്രിംഗ് കൺട്രോളും അതുപോലെ തന്നെ ഗ്രാവിറ്റി കൺട്രോളും അല്ലേ. ഇവിടെയും ആൻസർ എന്താണ്? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ക്യാൻ ബി യൂസ് ഫോർ വെർട്ടിക്കലി മൗണ്ടഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 75 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 75 എന്ന് പറയുന്നത് എന്താണ്? സെൻസിറ്റിവിറ്റി ഓഫ് എൻ ഓസിലോസ്കോപ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ. സെൻസിറ്റിവിറ്റി ഓഫ് എൻ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദി ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി അല്ലേ. ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്താണ് നമുക്ക് പറയാം? ഇറ്റ് ഇസ് ഈക്വൽ ടു അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഇസ് ഈക്വൽ ടു മീറ്റർ പെർ വോൾട്ട് ആണ്. അതായത് എത്രത്തോളം ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നു പെർ വോൾട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? നമ്മൾ ആ വെർട്ടിക്കൽ പ്ലേറ്റ്സിൽ കൊടുക്കുന്ന സിഗ്നൽ ആണ് അല്ലേ. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഗെയിൻ ഓഫ് ദി വെർട്ടിക്കൽ ആംപ്ലിഫയർ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സെൻസിറ്റിവിറ്റി ഓഫ് ഓസിലോസ്കോപ്പ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഗെയിൻ ഓഫ് ദി വെർട്ടിക്കൽ ആംപ്ലിഫയർ. ബിക്കോസ് എന്താണ്? കാരണം ഗെയിൻ കൂടുമ്പോൾ ദാറ്റ് ഈസ് ഹിയർ വി ക്യാൻ സേ ദാറ്റ് ആസ് ഗെയിൻ ഇൻക്രീസസ് സെൻസിറ്റിവിറ്റി ഓൾസോ ഇൻക്രീസസ്. ക്ലിയർ ആണോ? കാരണം ഇവിടെ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ആണ്. അതെന്ന് പറയുന്നത് എങ്ങനെയാണ് മാറുക? ഡിപ്പെൻഡിങ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെർട്ടിക്കൽ പ്ലേറ്റ്സിൽ കൊടുക്കുന്ന സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ അവിടുത്തെ ഗെയിൻ അതാണ് ഇറ്റ് ഇൻക്രീസസ് സെൻസിറ്റിവിറ്റി. അതുകൊണ്ട് നമുക്ക് പറയാം സെൻസിറ്റിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഗെയിൻ ആണ്. ക്ലിയർ ആണല്ലോ. ഗെയിൻ ഓഫ് ദി വെർട്ടിക്കൽ ആംപ്ലിഫയർ ആണ്. ഇനി ദ പവർ ലോസ് ക്യാൻ ബി കൺസിഡറബിളി റെഡ്യൂസ് വൈൽ ടെസ്റ്റിംഗ്. ഇവിടെ നോക്കിയാൽ മതി. നമ്മൾ എപ്പോഴും പവർ ലോസ് നമ്മൾ ഡയറക്റ്റ് ലോഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ എല്ലാ ഓപ്ഷൻസും നമുക്കൊന്നും അറിയില്ലെങ്കിൽ പോലും ഇവിടെ ഈ ഓപ്ഷൻ കട്ട് ചെയ്യാം. ഈ ഡയറക്റ്റ് ലോഡിംഗ് അല്ല, ഈ ഡയറക്റ്റ് ലോഡിംഗ് അല്ല. ആൻസർ എന്താണ്? ഫാൻറ്റം ലോഡിംഗ് ആണ്. എന്ത്? നമുക്ക് ക്യാൻ ബി റെഡ്യൂസ്ഡ് വൈൽ ടെസ്റ്റിംഗ് എനർജി മീറ്റർ. കാരണം പവർ ലോസ് ക്യാൻ ബി കൺസിഡറബിളി റെഡ്യൂസ്ഡ് ഫാൻറ്റം ലോഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആ ബ്രേക്കിംഗ് മാഗ്നറ്റ് വെക്കുന്നതിന് എന്താണ്? ആ സ്പീഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് അതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഓൾറെഡി തന്നെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. ഇനി അടുത്തത് ദ അക്വാഡാക് കോട്ടിംഗ് ഇൻ CRO. നമ്മൾ ആ ഷോർട്ട് നോട്ടിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. എന്താണ്? സെക്കൻഡറി എമിഷൻ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യാനാണ് എന്ത്? അക്വാഡാക് വെച്ചിരിക്കുന്നത്. ഇനി
The sweep generator of a CRO, ഇതും നമ്മുടെ നോട്ടിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്, a sawtooth voltage for horizontal deflection of electron beam. Option A ആണ് correct answer. അടുത്തത് question number 80 ആണ്. The moving coil ammeter has a uniform scale of 100 divisions. 100 divisions ഉണ്ട്. അത് തരുന്നത് എത്രയാണ്? 10 ആംപിയർ ആണ് അല്ലേ? അപ്പോൾ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? It is equal to 1/10 ആംപിയർ ആണ്, or that is equal to 1000/10 മില്ലി ആംപിയർ ആണ് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിവിഷൻ എത്രയാണ്? 1 ഡിവിഷൻ ഇസ് ഈക്വൽ ടു 100 മില്ലി ആംപിയർ ആണ് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. 100 മില്ലി ആംപിയർ ഇസ് 1 ഡിവിഷൻ. ദ ഇൻസ്ട്രുമെന്റ് ക്യാൻ റീഡ് അപ് ടു 1/5 ഓഫ് സ്കെയിൽ ഡിവിഷൻ. 1/5 ഓഫ് സ്കെയിൽ ഡിവിഷൻ എന്നാൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അവർ പറഞ്ഞിരിക്കുന്നത് 1/5 ഓഫ് സ്കെയിൽ ഡിവിഷൻ ആണ്. 1/5 ഓഫ് 100 മില്ലി ആംപിയർ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 20 മില്ലി ആംപിയർ ആണ്. 20 മില്ലി ആംപിയർ എന്ത് തന്നെയാണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു 0.02 ആംപിയർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 81. ക്വസ്റ്റ്യൻ നമ്പർ 81 പറഞ്ഞിരിക്കുന്നത് എന്താ? That is, which of the following system has memory? Memory depends upon എന്താണ്? T-1 അല്ലെങ്കിൽ T ഇപ്പോൾ ഉള്ളതിനേക്കാൾ മുമ്പുള്ള ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ ആകെ ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ബി എലിമിനേറ്റ് ചെയ്യാം, സി എലിമിനേറ്റ് ചെയ്യാം. ഏറ്റവും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഇവിടെ T-1. സോ ഓപ്ഷൻ ഇത് ഈ പറയുന്ന y of t is equal to x of t plus x of t-1 ആണ് ദി സിസ്റ്റം വിച്ച് ഹാസ് മെമ്മറി എന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. അടുത്തത് ക്വസ്റ്റൻ നമ്പർ 82. ദി സിഗ്നൽ ഹാസ് എ സ്പെക്ട്രം റേഞ്ചിങ് ഫ്രം 0 to 15 kHz അല്ലേ? അപ്പോൾ FH is equal to 15, FL എന്ന് പറയുന്നത് നമുക്ക് 0 kHz 15 kHz എന്ന് പറയാം. Is to be sampled to be converted to discrete form. What is the minimum samples per second? അതായത് മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? But that must be taken to ensure കംപ്ലീറ്റ് റിക്കവർ ചെയ്യാൻ പറ്റുന്നത്, അതായത് നമ്മുടെ ഇൻഫർമേഷൻ റിക്കവർ ചെയ്യാൻ പറ്റണം അല്ലേ? സോ ആൻസർ ടു ദിസ് ക്വസ്റ്റൻ എന്തായിരിക്കും? ഹിയർ FS is equal to 2 times FH by K ആയിരിക്കും. What is K? K is equal to FH minus FL by FH ആയിരിക്കും. That is equal to നമുക്ക് 15 minus 0 by 15 വരും. That is equal to 1 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ FS എന്ന് പറയുന്നത് എന്തായിരിക്കും? FS is equal to 2 times FH ആയിരിക്കും. That is equal to 2 times 50 is equal to 30 kilohertz. 30 kilohertz അല്ല, 30 kilohertz ആണ്. That is 30,000 samples per second. Option B ആണ് correct answer. ഇനി determine the fundamental period of the following signal. Fundamental period discrete ആണ് അല്ലേ? സോ ഒമേഗ is equal to തന്നിരിക്കുന്നത് 0.2 pi ആണ്. അങ്ങനെയെങ്കിൽ what is n? n is equal to 2 pi by omega into integer. നമുക്കിവിടെ 1 എടുത്താൽ മതി. സോ 2 pi by omega എന്ന് പറയുമ്പോൾ 2 by omega എത്രയാണ്? 0.2 pi എന്ന് വരും. That is equal to 1 by 0.1. That is equal to 10. ഇവിടെ ലോവസ്റ്റ് വാല്യൂ എടുക്കുക, 1 എടുക്കുക. That is equal to 10 എന്ന് കിട്ടും. സോ ആൻസർ എന്താണ്? ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത് 10 seconds ആണ്. So answer to this question is A. Option A ആണ് correct answer. പിന്നെ ഈ സിസ്റ്റം, that is a system is described by T of x of n is equal to g of n into xn. എന്താണ്? It is a memoryless system. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും കറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, memoryless system. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഇനി അടുത്തത് ചെക്ക് ദി കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം. ഇവിടെ 0.5 raised to mod n ആണ്. ഇറ്റ് ഈസ് എ നോൺ കോസൽ BIBO സ്റ്റേബിൾ സിസ്റ്റം ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 86. A necessary and sufficient condition for BIBO stability of a discrete time LTI system എന്ന് പറയുന്നത് എന്താണ്? All roots അല്ലെങ്കിൽ magnitude of every root of the characteristic equation must be less than 1 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. A system is linear. ലീനിയറിറ്റിയുടെ കണ്ടീഷൻ എന്താണ്? Additivity and homogeneity. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ, സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തത് ഏലിയാസിംഗ് ഓക്കേഴ്സ്. ഏലിയാസിംഗ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? അതായത് നമുക്ക് സിഗ്നൽസ് എങ്ങനെയാണ്? സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്തായിരിക്കണം? സാമ്പിളിംഗ് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 2 times സിഗ്നൽ ഫ്രീക്വൻസി ആണെങ്കിൽ ഏലിയാസിംഗ് ഉണ്ടാവില്ല. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഒക്കേഴ്സ്. ഒക്കേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? FS whenever it is FS is less than 2 times FX ആണെങ്കിൽ, അല്ലെങ്കിൽ സിഗ്നൽ ഫ്രീക്വൻസി ആണെങ്കിൽ എന്ത് പറ്റും? ഏലിയാസിംഗ് ഉണ്ടാവും. ഏലിയാസിംഗ് ഒക്കേഴ്സ് when FS is less than 2 times FX ആണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 89ലേക്ക് വരേണ്ടത് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 90 ഒന്ന് നോക്കിയേ. ആൻഡ് ആൻറ്റി ഏലിയാസിംഗ് ഫിൽട്ടർ ഇസ്. ആൻറ്റി ഏലിയാസിംഗ് ഫിൽട്ടർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ റിവിഷൻ ത്രൂ ക്വസ്റ്റൻസിൽ മാഷ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആൻറ്റി ഏലിയാസിംഗ് ഫിൽട്ടറിന്റെ ജോലി എന്താണ്? ടു റിജക്ട് ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ്. ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനൊക്കെ റിജക്ട് ചെയ്ത് കളയാം. അത് എന്താണ്? അത് ഏതിനാണ് ചെയ്യാൻ പറ്റുക? ലോ പാസ് ഫിൽട്ടർ. ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുമ്പോൾ ലോ ഫ്രീക്വൻസി സിഗ്നൽസ് മാത്രമേ പാസ് ചെയ്ത് വിടുള്ളൂ. ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് എല്ലാം റിജക്ട് ചെയ്ത് കളയും. സോ ആൻ ആൻറ്റി ഏലിയാസിംഗ് ഫിൽട്ടർ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ ലോ പാസ് ഫിൽട്ടർ. ഇനി അടുത്തത് ദാറ്റ് ഈസ് അടുത്ത ക്വസ്റ്റ്യൻ. സിഗ്നൽ x of t is equal to cos 3 pi t plus 2 cos 10 pi t is ideally sampled. അപ്പോൾ ഒരു കോംപ്ലക്സ് വേവ് സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ഹയസ്റ്റ് ഫ്രീക്വൻസി കോമ്പണന്റ് എടുക്കണം. ഇവിടുത്തെ ഹയസ്റ്റ് ഫ്രീക്വൻസി കോമ്പണന്റ് എത്രയാണ്? ഒമേഗ is equal to 10 pi ആണ് അല്ലേ?
10 pi, that is ഈ കോമ്പൗണ്ട് ആണ്, ഇറ്റ് ഇസ് ഐഡിയലി സാമ്പിൾഡ് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ വാട്ട് ഇസ് ദിസ് ഒമേഗ ഇസ് ഈക്വൽ ടു 10 pi എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 pi f ആണ് അല്ലേ. സോ എഫ് ഇസ് ഈക്വൽ ടു 5 ഹെർട്സ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് സാമ്പിളിംഗ് നടത്തുമ്പോൾ സാമ്പിളിംഗ് ഫ്രീക്വൻസി നമ്മൾ നേരത്തെ നോക്കിയതുള്ളൂ. സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 2 times ദി മാക്സിമം വാല്യൂ ഓഫ് ദി സിഗ്നൽ ഫ്രീക്വൻസി ആയിരിക്കണം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 times 5 ഹെർട്സ് ആയിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു 10 ഹെർട്സ് ആയിരിക്കും എന്ത് സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ മാക്സിമം അലോവബിൾ interval between the samples, maximum allowed ആണ്, കാരണം അതിൻ്റെ ഫ്രീക്വൻസി ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 1/10 ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.1, ദാറ്റ് ഇസ് 1/2f ആണ് സാമ്പിളിംഗ് ഫ്രീക്വൻസി. 1/2 times നമ്മുടെ സിഗ്നൽ ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ സിഗ്നൽ ഫ്രീക്വൻസിയുടെ മാക്സിമം കോമ്പൗണ്ട് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/10 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 0.1 ആണ്. ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ക്വസ്റ്റൻ നമ്പർ 90 നേരത്തെ പറഞ്ഞു, ആൻസർ എന്താണ്? ലോ പാസ് ഫിൽറ്റർ ആണ്. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ? അഗെയിൻ ക്ലാസ്സിൽ എടുത്ത ക്വസ്റ്റൻ തന്നെയാണ്. പാസീവും ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറും ഉണ്ട് അല്ലേ. ഇതിൽ ഏതൊക്കെയാണ് ആക്റ്റീവ്? തെർമോകപ്പിൾ, പീസോ ഇലക്ട്രിക്, PV സെൽ എല്ലാം ആക്റ്റീവ് ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ടു ദിസ് ക്വസ്റ്റൻ ഇസ് ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ. ക്ലിയർ ആണോ? അടുത്തത് ക്വസ്റ്റൻ നമ്പർ 92 ആണ്. LVDT, സിമ്പിൾ ക്വസ്റ്റൻ, ഡയറക്റ്റ് ക്വസ്റ്റൻ. LVDT പഠിച്ച് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ഇൻ LVDT ദ സെക്കൻഡറി വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ഇൻ എന്താണ്? സീരീസ് കണക്റ്റഡ് ആണ്, സീരീസ് ഓപ്പോസിഷൻ കണക്റ്റഡ് ആണ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ പ്രൈമറി സെൽ? നമുക്കറിയാം ഡ്രൈ സെൽ ആണ്, ബാക്കിയെല്ലാം എന്താണ്? സെക്കൻഡറി സെൽസ് ആണ് അല്ലേ. അപ്പോൾ ഓൾ ഓഫ് ദീസ് എന്തായാലും അല്ല, ലെഡ് ആസിഡും അല്ല, നിക്കൽ കാഡ്മിയം അല്ല. ഇവിടെ എന്താണ്? സിങ്ക് കാർബൺ ഡ്രൈ സെൽ ആണ് എന്ത്? പ്രൈമറി സെൽ എന്ന് പറയുന്നത്. ഇൻ സീരീസ് ഗ്രൂപ്പിംഗ് ഓഫ് ബാറ്ററീസ്, സീരീസ് ഗ്രൂപ്പിംഗ് ഓഫ് ബാറ്ററീസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് സെൽസ് ഇസ് ഇൻക്രീസ്, റിസൾട്ട്സ് ഇൻ എന്താണ്? നമ്പർ ഓഫ് സെൽസ് കൂടുന്തോറും ഇവിടെ എന്താണ്? നമുക്കിവിടെ കോൺസ്റ്റന്റ് കറണ്ട് ആണ്. അത് പാരലൽ ആയിരുന്നുവെങ്കിൽ നമുക്ക് കറണ്ട് റേറ്റിംഗ് കൂടുന്നു പറയായിരുന്നു അല്ലേ. സോ ഇവിടെ 94 ഏറ്റവും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കോൺസ്റ്റന്റ് കറണ്ട് ആണ്. ഡ്യൂ ടു മോയ്സ്ചർ കണ്ടന്റ് ഇൻ സോയിൽ ദി എർത്ത് റെസിസ്റ്റൻസ്, ഇതൊക്കെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വസ്റ്റൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. എന്താണ്? മോയ്സ്ചർ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് വരും? എർത്തിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിക്രീസസ് അല്ലേ. ദ പർപ്പസ് ഓഫ് എർത്തിങ്, ഇതും മാഷ് വളരെ ക്ലിയർ ആയിട്ട് എർത്തിങ്ങിന്റെ ചാപ്റ്ററിൽ ഫസ്റ്റ് സെഷനിൽ തന്നെ പറഞ്ഞാണ്. എന്താണ് ദ പർപ്പസ് ഓഫ് എർത്തിങ് എന്ന് പറയുന്നത്? എന്താണ് ഇവിടെ? ഇറ്റ് ഈസ് ടു കംപ്ലീറ്റ്ലി ബ്ലോക്ക് ദി കറണ്ട് ടു എർത്ത് ആണോ? അല്ല, ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് എ ലോ റെസിസ്റ്റൻസ് പാത്ത് ടു എർത്ത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റൻ തന്നെയാണ്, ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ക്വസ്റ്റൻ നമ്പർ 96. അടുത്തത് ക്വസ്റ്റൻ നമ്പർ 97, ദാറ്റ് ഇസ് what is the advantage of cleat wiring system? Cleat wiring system again നമ്മുടെ ടെസ്റ്റിൽ മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്താണ്. എന്താണ്? ഈസി ടു ലൊക്കേറ്റ് ഫോൾട്ട് ഇൻ ദി വയറിംഗ് ആണ് അതിൻ്റെ ആൻസർ. ക്ലീറ്റ് വയറിംഗിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ഈസി ടു ലൊക്കേറ്റ് ഫോൾട്ട് ഇൻ ദി വയറിംഗ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ മാഷ് എടുത്താണ് ടൈപ്സ് ഓഫ് വയറിംഗ് എന്ന് പറയുന്നത്. ഇനി വിച്ച് വയറിംഗ് മെത്തേഡ് പ്രൊവൈഡ്സ് ദി ബെസ്റ്റ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ? ബെസ്റ്റ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ തരുന്ന ആരാണ്? മെറ്റൽ കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. ഇനി കാൻഡിലയുടെ യൂണിറ്റ് നമ്മുടെ ക്യൂ കാർഡിൽ തന്നെ വന്നിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുമാത്രമല്ല പലതവണ റിപ്പീറ്റ് ചെയ്താണ്. നമ്മളൊരു കോഡും പറഞ്ഞിരുന്നു അല്ലേ, LIC എന്ന് പഠിച്ചാൽ മതി. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് കാൻഡിലയാണ്. അപ്പോൾ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്ത്? കാൻഡില എന്ന് പറയുന്നത്. ഇനി വിച്ച് ലാമ്പ് ഷോസ് സ്ട്രോബോസ്കോപ്പിക് എഫക്ട്? ഇവിടെ നോക്കുക, സ്ട്രോബോസ്കോപ്പിക് എഫക്ട് ഇല്ലാത്ത രണ്ട് ലാംപ്സ് എന്ന് പറയുന്നത് ഏതാക്കിയാണ്? ഇൻകാൻഡസൻ ലാമ്പും ഹാലജൻ ലാമ്പും ആണ് അല്ലേ. ഫ്ലിക്കറിംഗ്, അപ്പോൾ അതെന്ത് തന്നെയാണ്? ഫ്ലൂറസൻ ലാമ്പിനുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡിയും കറക്റ്റ് അല്ല. ഇത്രയായിരുന്നു എന്ത് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിനെ വെച്ചിട്ട് ഞാൻ നേരത്തെ ഒരു അനാലിസിസ് കാണിച്ചിരുന്നു. നമുക്ക് തിയററ്റിക്കലായിട്ടും ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കമ്പയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ന്യൂമറിക്കൽ എല്ലാം കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. കമ്പാരിറ്റീവ്ലി ഓവറോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിരുന്നു. നമ്മുടെ സ്റ്റുഡൻസിൻ്റെയും ഒക്കെ റിവ്യൂ അങ്ങനെ തന്നെയാണ്. വളരെ ഈസി ആയിട്ടുള്ള പേപ്പർ തന്നെയാണ്. ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമുക്കിവിടെ ഒന്ന് അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉള്ള ക്വസ്റ്റ്യൻസ്, അതിൽ എസ്പെഷ്യലി രണ്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് ചിന്തിച്ചാൽ മാത്രം നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ ആ ഒരു മൈക്രോ പ്രോസസറിൻ്റെ ആ ഒരു ക്വസ്റ്റ്യനും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. മാത്രമല്ല ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ ഓപ്ഷൻസ് A XOR B ആണ്. A XOR B ആണ് കറക്റ്റ് ആൻസർ വരേണ്ടത് അല്ലേ, ക്യാരി പ്രൊപ്പഗേഷൻ്റെ. അപ്പോൾ അതാണ്. പിന്നെ അതുപോലെ തന്നെ പവർ സിസ്റ്റത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ബാക്കി എല്ലാം കമ്പാരിറ്റീവ്ലി സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ പവർ ഇലക്ട്രോണിക്സിലെ ഈക്വലൈസ് റെസിസ്റ്റൻസിൻ്റെ പ്രോബ്ലം കുറച്ച് ലെങ്തി ആയിരുന്നു, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം കമ്പാരിറ്റീവ്ലി ഈസി തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും തിയററ്റിക്കലായിരുന്നു. ഇതിൽ ഞാൻ 39 ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു 25 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ന്യൂമറിക്കൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ സ്ട്രേറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പം വളരെ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു എല്ലാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 to 6 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ ഇത് നമുക്ക് പ്രൊവിഷണൽ കീ വരുമ്പോഴും അതുപോലെ തന്നെ ഫൈനൽ കീ വരുമ്പോഴും നമുക്ക് ഡിസൈഡ് ചെയ്യാം എന്തായിരിക്കും അതിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ PSCയുടെ തീരുമാനമാണ്. നമുക്കത് നോക്കാം. അപ്പോൾ ഒരു ഓവറോൾ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും ഇതിന്നും നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും പറയുന്നത് ഈസി തന്നെയാണ്. നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതും അതുപോലെ റിവിഷനിലും നമ്മുടെ ക്യൂ കാർഡ്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ക്യൂ കാർഡ്സിലും അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസിലൊക്കെ വന്ന് റിപ്പീറ്റ് ചെയ്ത് വന്ന പല ക്വസ്റ്റ്യൻസും സ്ട്രേറ്റ് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഓൾറെഡി അറിയാമെങ്കിൽ നമ്മൾ ഇത്രയും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്, നമുക്ക് ഡയറക്റ്റ്ലി തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അതൊക്കെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ലെങ്തി ആയിട്ടുള്ളതും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് എക്സാമിന് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞാണ്. കാരണം
ചില ക്വസ്റ്റ്യൻസ് ഇത്തിരി ലെങ്തി ആവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 റൗണ്ട് സ്ട്രാറ്റജി നമ്മൾ ഒരുമിച്ച് എല്ലാ ക്വസ്റ്റ്യനും കൂടി അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കരുത്. ഇത്തിരി ലെങ്തി ആയിട്ടോ മനസ്സിലാവും അല്ലെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വിടുക. രണ്ടാമത്തെ റൗണ്ടിലോ മൂന്നാമത്തെ റൗണ്ടിലോ മാത്രം ആ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ തന്നെ കണ്ടു ലാസ്റ്റ് ടുവേർഡ്സ് എൻഡിൽ കിടക്കുന്ന എല്ലാം ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ സമയമില്ലാതെ വരികയാണെങ്കിൽ ടെൻഷനൊക്കെ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ പറയുന്ന പോലെ 3 റൗണ്ട് സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്യുക. അതും ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പറഞ്ഞു. അത് അറിഞ്ഞാലും വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു ഓവറോൾ ലെവൽ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഈസി. പക്ഷേ ആ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ് കാരണം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ പറയുക, നമുക്ക് ഒരു ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആണെങ്കിൽ പോലും നമുക്ക് ആ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ടൈം മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റുഡൻസൊക്കെ ഒരുപാട് നല്ല റിവ്യൂസ് പറഞ്ഞു. ഞാൻ എന്തായാലും ആരുടെയും മാർക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെയും അതുപോലെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ റെസ്പോൺസ് വെച്ചിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് റഫ്ലി അറൗണ്ട് 65 ആണ്. ഒരു 60 പ്ലസ് അല്ലെങ്കിൽ ഒരു 65 പ്ലസ് നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. എഗെയിൻ നമ്മളിത് പറയുന്നത് കൊണ്ട് ഇതായിരിക്കും കട്ട് ഓഫ് എന്ന് നമ്മൾ വാദിക്കുന്നൊന്നുമില്ല. കാരണം ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ 4 പോസ്റ്റുകൾക്കുള്ള റാങ്ക് ലിസ്റ്റാണ് ഇവർ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറാം. എന്തായാലും ഒരു 60 പ്ലസ് അല്ലെങ്കിൽ ഒരു 65 പ്ലസ് എന്തായാലും നമുക്ക് കട്ട് ഓഫ് എക്സ്പെക്ട്. കാരണം കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. അങ്ങനെയാണ് നമുക്ക് സ്റ്റുഡൻസ് എല്ലാം തന്നിരിക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ആ ഒരു കട്ട് ഓഫ് ഏകദേശം ആ ഒരു കട്ട് ഓഫ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എഗെയിൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് 1-2 കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം PSC തന്നിരിക്കുന്ന സിലബസ് അത് അതേപോലെ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. അത് മാത്രമല്ല അതിൽ പറഞ്ഞിരിക്കുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് എക്സാക്ട്ലി ഒരു ഇലക്ട്രീഷ്യൻ എക്സാമിനൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇതിൽ കറക്റ്റ് എക്സാക്ട്ലി അവർ പറഞ്ഞിരിക്കുന്ന അതേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. അപ്പോൾ അതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് PSCയുടെ സൈഡിൽ നിന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി പ്രൊവിഷണൽ കീയും അതുപോലെ തന്നെ ഫൈനൽ കീയിലും നമുക്ക് എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ എല്ലാ ആൻസേഴ്സും ഞാനിവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇനി ചെയ്യേണ്ട ഒരു 1-2 കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ പലരും ഇപ്പോൾ ക്രാഷിനൊക്കെ ജോയിൻ ചെയ്ത് പലർക്കും ഒരുപാട് സമയമൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ പലരും വർക്ക് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ ക്ലാസ്സൊക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആണെന്നും അതുപോലെ ഹെൽപ്ഫുൾ ആണ്, നിങ്ങൾ ഷോർട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക, അല്ലാതെ നിർത്തരുത്. അതിപ്പോൾ എക്സാം നന്നായിട്ട് എഴുതിയവരാണെങ്കിൽ പോലും ഒരുപാട് പേര് വളരെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളിത് കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. കാരണം ഈ പറയുന്ന ഇനിയും എക്സാംസ് വരാനുണ്ട്. അപ്പോൾ ആ എക്സാംസിനാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ കണ്ടിന്യൂ. അല്ല ഞാനിപ്പോൾ എൻ്റെ എക്സാമൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്തവരോടാണ് ഇത് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ എക്സാം എളുപ്പമാണെന്ന് പറഞ്ഞവരും നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഷോർട്ട് നോട്ടും ക്യൂ കാർഡ്സും ഒക്കെ അത് എപ്പോഴും വയ്ക്കുക. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് നിങ്ങൾ റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്ന എക്സാമിന് നിങ്ങൾ ചിലർക്ക് അധികം പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല, അവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക, നിർത്തരുത്. എക്സാം അഥവാ ഡിഫിക്കൽട്ട് ആയിരുന്നു, നിങ്ങൾക്ക് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാതെയാണ് നിങ്ങൾ പോയതെങ്കിൽ, അങ്ങനെ എക്സാം ഡിഫിക്കൽട്ട് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യരുത്, അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ആ ഷോർട്ട് നോട്ടും ക്യൂ കാർഡ്സ് ഒക്കെ വീണ്ടും തന്നെ നിങ്ങളത് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക, അത് റിവൈസ് ചെയ്യുക, വീണ്ടും പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സാം മാത്രം ഒരു എക്സാമിൽ ഒരു ഈസി ആണെങ്കിലോ അത് ടഫ് ആണെങ്കിലോ അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എക്സാംസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ എന്തായാലും ഈ ഒരു സെഷൻ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും അതിൻ്റെ അനാലിസിസും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.